ഓൺലൈൻ എന്റെ വോയിസ് ക്ലിയർ ആണോ? Yes, sir. എല്ലാവരും ആ കോളൊക്കെ കൂട്ടിയിട്ടില്ലേ? ഇനി ആരും പെൻഡിങ് ഒന്നുമില്ലല്ലോ? 16 പേര് ഇല്ലേ? ഡാറ്റ സയൻസ് വരുന്നുണ്ടോ അത് വേറെ ഡാറ്റാ സയൻസ് എക്സാം വേറെ എങ്ങനെ അറിയില്ല, ഡാറ്റാ സയൻസുമായിട്ട് മാത്രമേ ഇഷ്ടമുള്ളൂ. ഞങ്ങളുടെ രണ്ട് ബാച്ചിനുണ്ട്. എത്ര ബാച്ച് ഉണ്ടോ അറിയില്ല. ഡാറ്റാ സയൻസ് എന്ന എക്സാം ഉണ്ടോ? നിങ്ങൾ ഇരിക്കുന്നിടത്ത് ചിലപ്പോൾ അവർ മാത്രമേ ഡാറ്റാ സയൻസ് ഉണ്ടാവും. ബാക്കി എക്സാം ചിലപ്പോൾ നടക്കുന്നത് ഇത്രയും ഫ്ലോർ ഉണ്ടല്ലോ. അതൊരിക്കലും കറക്റ്റ് ഓർഡറിലാവണമെന്നില്ല. ചിലപ്പോൾ ഒരാൾക്ക് ഫസ്റ്റ് ടെക്നിക്കൽ ഫേസ് ടു ഫേസ് ആയിരിക്കും, ഒരാൾക്ക് ഫസ്റ്റ് മെഷീൻ ടെസ്റ്റ് ആയിരിക്കും. കറക്റ്റ് ഓർഡറിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ആര് ഇപ്പം ടെക്നിക്കൽ ഫേസ് ടു ഫേസിൽ ഒരാൾ എന്താ നിങ്ങളെ ഗ്രൂപ്പ് ആക്കും, ഇത്ര ഇത്ര ആൾക്കാർ വന്ന് നിങ്ങൾ ഫസ്റ്റ് കയറാൻ പോകുന്ന ഏതിലോട്ടാണ് അതിലോട്ടായിരിക്കും നിങ്ങൾ അലൊക്കേറ്റ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ കുറച്ച് പേര് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആപ്റ്റ്യൂഡ് ആയിരിക്കും, കുറച്ച് പേര് സ്റ്റാർട്ട് ചെയ്യുന്ന ടെക്നിക്കൽ ആയിരിക്കും, കുറച്ച് പേര് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും വൈവേ ആയിരിക്കും. അതായത് മെഷീൻ ടെസ്റ്റിന്റെ അടുത്ത് മെഷീൻ ടെസ്റ്റ് ചെയ്യുന്നവർ എന്ത് ചെയ്യും, അതിന്റെ ഇടയിൽ വൈവയിലോട്ട് HR പോകും. മറ്റേ സോബിൻ പ്ലാറ്റ്ഫോം ചെയ്യുന്നവർ നമുക്ക് അവിടുന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ, അതും ടൈം കൺസ്ട്രെയിൻസ് വരുന്ന കാര്യമല്ലേ. അപ്പൊ അവരതിലോട്ട് ഫോക്കസ് ചെയ്യുക. മെഷീൻ ടെസ്റ്റ് നടക്കുന്നതിനിടയിൽ HR-ഉം ടെക്നിക്കലും കഴിയും, അതിന്റെ ഇടയിൽ പോയിട്ട് ഇങ്ങനെ അങ്ങനെ ഉണ്ടാവും. കറക്റ്റ് ഓർഡറിലായിരിക്കില്ല, എല്ലാ റൗണ്ടും ഉണ്ടാവും. ഇൻ കേസ് ആർക്കെങ്കിലും പെട്ടെന്ന് പോകണം, മീൻസ് വൈകുന്നേരം ട്രെയിൻ ഉണ്ട് അല്ലെങ്കിൽ ദൂരം ട്രാവൽ ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ വന്ന ഉടനെ അവിടെ ആരാണ് ഇരിക്കുന്നത് അവരോട് ഇൻഫോം ചെയ്യും. അപ്പൊ അവരതിനനുസരിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യും. അവസാനം പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. രാവിലെ വന്ന് ഉടനെ തന്നെ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഇല്ലവരാണെങ്കിൽ പറയാം. പിന്നെ വരുമ്പോൾ വഴിയിൽ എന്തെങ്കിലും ബ്ലോക്കോ കാര്യങ്ങളായിട്ട് ലേറ്റ് ആവുന്നുണ്ടെങ്കിൽ അത് ആ ടൈമിൽ തന്നെ ആരാണ് ഇൻഫോം ചെയ്യേണ്ടത് അവരെ വിളിച്ചിട്ട് ഇൻഫോം ചെയ്യുക. അവസാനം ഇവിടെ ലേറ്റായി എത്തിയിട്ട് കാരണം പറയുമ്പോൾ എന്തായിരിക്കും, അവരത് ആക്സെപ്റ്റ് ചെയ്യില്ല. ചിലപ്പോൾ എക്സാം എഴുതാൻ പോലും വിടണമെന്നില്ല. നിങ്ങൾ വെറുതെ എന്താവും പാനിക്കായിട്ട് പ്രിപ്പയർ ചെയ്ത് വന്ന അവിടെ ഫെയിൽ ആയി പോകും. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ആ ടൈം ഇൻഫോം ചെയ്യാം. നിങ്ങൾ 8 മണിക്ക് റൂമിൽ നിന്ന് ഇറങ്ങി, ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ബ്ലോക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാവില്ലേ. അന്നേരം തന്നെ ഒന്ന് ഇൻഫോം ചെയ്യാം വിളിച്ചിട്ട്, ഞാൻ വരുന്നുണ്ട്, ബ്ലോക്ക് ആണ്, മേ ബി ഒരു 10-15 മിനിറ്റ് ലേറ്റ് ആകാം. ഇൻഫർമേഷൻ കൊടുത്താൽ അത് ആക്സെപ്റ്റബിൾ ആയിരിക്കും. ആ ഭക്ഷണം കഴിക്കാൻ ബ്രേക്ക് ഉണ്ടോ? ഭക്ഷണം കഴിക്കാനൊക്കെ സമയം ഉണ്ടാവും. അല്ലാണ്ട് ഇത് എന്താണ് പിടിച്ചിരുത്തിയിട്ടുള്ള എക്സാം ഒന്നല്ല. ആ അതിന്റെ ഇടയിൽ നിങ്ങൾക്ക് എന്താണ് ബാത്റൂമിൽ പോകാം, വെള്ളം കുടിക്കണം, വെള്ളം കുടിക്കാൻ പോവാം, എന്തും ചെയ്യാം. മൊബൈൽ അങ്ങനത്തെ അങ്ങനത്തെ പരിപാടി നടക്കില്ല. നിങ്ങൾ അതുകൊണ്ട് ഫ്രീ ആയിരിക്കും. ബുക്കൊന്നും തുറന്ന് നോക്കാൻ പറ്റില്ല, ഓപ്പൺ ബുക്ക് ടെസ്റ്റ് ഒന്നല്ല. നിങ്ങളൊരു ഹോളിനകത്ത് കയറി കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾ ഫ്രീ ആയിരിക്കും. നിങ്ങൾ അതിനകത്ത് ആരും പിടിച്ചിരുത്താനൊന്നും പോകുന്നില്ല. ഇപ്പോൾ ഞാൻ പുറത്ത് പോയിട്ട് ടോയ്ലറ്റ് പോകാൻ, ഭക്ഷണം കഴിക്കാൻ വേണം, ഭക്ഷണം കഴിക്കാൻ എല്ലാം ചെയ്യാം. പക്ഷെ സോബിൻ പ്ലാറ്റ്ഫോമിന്റെ സമയത്ത് എണീച്ച് പോയി കഴിഞ്ഞാൽ ടൈം പോകും, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായോ? ഇപ്പൊ മെഷീൻ ടെസ്റ്റിന്റെ അകത്ത് അങ്ങനെ തന്നെ 2 മണിക്കൂറേക്ക് സമയം ഉണ്ടാവാം. സോറി, 2 മണിക്കൂറേക്ക് സമയം ഉണ്ടാവാം. അതിനിടയിൽ ഇടക്കിടക്ക് പുറത്ത് പോയി വരുന്നു, പുറത്ത് പോയി വന്നിട്ട് സമയം കഴിഞ്ഞാൽ പിന്നെ തരില്ല. മനസ്സിലായോ? 5 റൗണ്ട് അല്ലേ പറഞ്ഞത്? ഫ്രണ്ട്സ് എല്ലാവരും റെസ്യൂമ് ക്രിയേറ്റ് ചെയ്ത് വെച്ചില്ലേ? പ്രിന്റ് എടുത്ത് വെച്ചോ? പ്രിന്റ് എടുത്ത് അതൊക്കെ പ്രോപ്പർ ഡോക്യുമെന്റ് ആയിട്ട് ഇപ്പോഴേ മാറ്റി വെച്ചോ. അവസാന നിമിഷം പോയിട്ട് പ്രിന്റ് എടുക്കാനും നിൽക്കണ്ട കേട്ടോ. കുറെ പേര് രാവിലെ ഇവിടെ വന്നിട്ടൊക്കെ പ്രിന്റ് എടുക്കാൻ പോകുന്ന കാണാറുണ്ട്. അതൊന്നും ചെയ്യണ്ട. ഇപ്പോഴേ അതൊക്കെ പ്രിന്റ് എടുത്ത് നല്ലൊരു ഫയലിൽ അറേഞ്ച് ചെയ്ത് വെച്ചോ. ഓക്കെ. അവസാന നിമിഷത്തോട്ട് ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും മാറ്റി വെക്കുക. അവസാനം പോയിട്ട് എന്ത് ചെയ്യും, തട്ടിമുട്ടിയോ റെസ്യൂം ഒക്കെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതിൽ കറക്ഷൻസ് ഒക്കെ ചെയ്തിട്ട് കൊള്ളാവും. ഓക്കെ, അതിനുശേഷം പ്രിന്റ് എടുത്തു. അതായത് എക്സാമിന് വരുന്നതിന്റെ തലേ ദിവസം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും എല്ലാ ഡോക്യുമെന്റ്സ് നിങ്ങളുടെ കയ്യിൽ ഹാർഡ് കോപ്പി ഹാർഡ് കോപ്പി ആയിട്ട് ഉണ്ടാവണം. രാവിലെ വരാതെ നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, അതിനൊന്നും വേണ്ടി നിൽക്കരുത്.
വരുന്ന സമയത്ത് ബ്ലോക്ക് പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കാൻ മാറുന്നത്. രാവിലെ എന്താ സംഭവിക്കുന്നത് നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റബിൾ അല്ല. അപ്പൊ അതിനൊക്കെ നേരത്തെ മുൻകൂട്ടി പ്രിപ്പയർ ചെയ്യുക. ഉം. എല്ലാത്തിനും ഏറ്റവും ഇമ്പോർട്ടൻസ് ആണ് പ്രിപ്പയർ ചെയ്തിട്ട് ഒരു കാര്യത്തും അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. നമ്മൾ ലാസ്റ്റ് ക്ലാസ് എന്തായാലും ഡിസ്കസ് ചെയ്ത ഓർമ്മയുണ്ടോ? ഡ്രിൽ ത്രൂയുടെ കൺസെപ്റ്റ് നോക്കി വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കിയിട്ട് മനസ്സിലായോ ഡ്രിൽ ത്രൂ? എന്താ മനസ്സിലായിട്ടില്ല? ഓൺലൈനിൽ മനസ്സിലായിട്ടുണ്ടോ എന്താണ് ഡ്രിൽ ത്രൂ എന്നുള്ള കൺസെപ്റ്റ്? സാർ ആ പേജിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റി, ആ ബാക്ക് ഐക്കൺ വരെ പോയി, പക്ഷെ അത് കഴിഞ്ഞിട്ട് ഫിൽട്ടർ വിഷ്വലിലേക്ക് ടാർഗറ്റിലേക്ക് ഇതാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഓക്കെ. എപ്പോഴും ഡ്രിൽ ത്രൂ യൂസ് ചെയ്യാന്ന് കിട്ടിയോ? നമ്മൾ ഡ്രിൽ ഡൗൺ എന്തിനാ യൂസ് ചെയ്യുന്നത്? ഒരു വിഷ്വൽ തന്നെ അതിന്റെ ഡിഫറൻസ് ലെവലിലോട്ട് വരാനാണ് ഇത് യൂസ് ചെയ്യുക. ഡ്രിൽ ഡൗൺ യൂസ് ചെയ്യുക. ഡ്രിൽ ത്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ റിപ്പോർട്ടൊക്കെ ബിൽഡ് ചെയ്യുമ്പോൾ റിപ്പോർട്ട് എന്തുണ്ടാവും? മൾട്ടിപ്പിൾ പേജ് ഉണ്ടാവും. അതിൽ ഫസ്റ്റ് പേജിൽ എന്തായിരിക്കും? മൊത്തത്തിലൊരു ഓവർ വ്യൂ ആയിരിക്കും. ഇപ്പൊ നിങ്ങളൊരു പേപ്പർ എടുത്തു കഴിഞ്ഞാൽ പേപ്പറിന്റെ ഫ്രണ്ട് പേജിൽ എന്താ ഉണ്ടാവും? ഇപ്പൊ ഇന്ത്യ വേൾഡ് കപ്പ് ജയിച്ചു. ഫ്രണ്ട് പേജിൽ എന്താ ഉണ്ടാവുക? ഇന്ത്യ വേൾഡ് കപ്പ് ജയിച്ചു, ഇത്ര വിക്കറ്റ് അല്ലെങ്കിൽ ഇത്ര റൺ, ഇതാണ് മാൻ ഓഫ് ദ മാച്ച്. അതുപോലെ മെയിൻ ആയിട്ടുള്ള ഹെഡ്ലൈൻസും ന്യൂസും മാത്രമേ അതിലുണ്ടാവും. ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണം എന്ത് ചെയ്യേണ്ടി വരും? അതിന്റെ താഴെ എഴുതിയിട്ടുണ്ടാവും ഗോ ടു ഈ ഒരു പേജ് ഉണ്ടാവും. ആ പേജിലോട്ട് പോയി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും. അതേ കൺസെപ്റ്റ് ആണ് ഡ്രിൽ ത്രൂ എന്ന് പറയുന്ന ഒരു ഏരിയ. ഫ്രണ്ട് പേജിലാണെങ്കിൽ ഒരു പേജിൽ എന്ത് ചെയ്യുന്നുണ്ടാവും? ഒരു ഓവർവ്യൂ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നുണ്ടാവും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിവിടെ ഒരു കോളം ചാർട്ട് ബിൽഡ് ചെയ്തു. കോളം ചാർട്ടിലോട്ട് ഞാൻ ഓരോ കാറ്റഗറിയും അതിന്റെ പ്രോഫിറ്റ് വൈസ് കമ്പയർ ചെയ്യാൻ പോവാണ്. ഇപ്പൊ എക്സ് ആക്സിലോട്ട് എന്താ ആഡ് ചെയ്യും? കാറ്റഗറിയും വൈ ആക്സിലോട്ട് പ്രോഫിറ്റും. ഓക്കെ. ഇത് ക്രിയേറ്റ് ആയി. നമുക്ക് ഇവിടുന്ന് മനസ്സിലാവും ആർക്കാണ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ക്രിയേറ്റ് ആയിരിക്കുന്നത്. ആർക്കാണ്? എന്റെ സിസ്റ്റത്തിലെ ഡാറ്റ പ്രകാരം ടെക്സ്റ്റൈൽസ്. പക്ഷെ ടെക്സ്റ്റൈൽസിലെ ഏത് പ്രൊഡക്റ്റ് ആണ് അതിന്റെ പ്രോഫിറ്റ് എത്രയാണ് നമുക്ക് ഇവിടുന്ന് കറക്റ്റ് പറയാൻ പറ്റുമോ? ഇല്ല. ചിലപ്പോൾ ഇതിനെപ്പറ്റി ഡീറ്റെയിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവും അടുത്തൊരു പേജിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഈ പേജിൽ അങ്ങനെ കാര്യങ്ങൾ ഉണ്ടാവുക ജസ്റ്റ് ഒരു കാർഡ് വിഷനിനകത്ത് നിന്നുണ്ടാവും. ടോട്ടൽ ക്വാണ്ടിറ്റി ഉണ്ടാവും, അതുപോലെ ടോട്ടൽ സെയിൽസ് ഉണ്ടാവും, അതിന്റെ പ്രോഫിറ്റ് ഉണ്ടാവും, അതുപോലെ പ്രൊഡക്റ്റിന്റെ കൗണ്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം? പ്രൊഡക്റ്റിന്റെ കൗണ്ട് ആഡ് ചെയ്യാം. ഇത് ചെയ്താൽ മതി. പ്രൊഡക്റ്റ് നെയിമിന്റെ ഡിസ്റ്റിങ്ക്ട് കൗണ്ട് അവിടെ പ്ലേസ് ചെയ്താൽ മതി. ഓക്കെ. ഇത് ഇപ്പം കാണുന്നത് എന്താണ്? എല്ലാ കാറ്റഗറിയുടെ ആയിരിക്കും. പക്ഷെ ഇതൊക്കെ എന്തായിരിക്കും സെക്കൻഡ് പേജിലേക്ക് നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യണം? ഇവിടുന്ന് ഒരു ഐഡിയ കിട്ടി, ടെക്സ്റ്റൈൽസ് ആണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ ടെക്സ്റ്റൈൽസ് പറ്റിയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ അറിയണം. അപ്പൊ എന്ത് ചെയ്യണം? ഈ വിഷ്വലിൽ നിന്ന് ഈ ഫിൽറ്റർ എടുത്തിട്ട് നേരെ എനിക്ക് എങ്ങോട്ട് പോകണം? ബാക്കി വിഷ്വൽസിലുള്ള പേജിലോട്ട് പോകണം. അപ്പൊ ആ പേജ് മൊത്തം ആർക്കനുസരിച്ച് മാറണം. ഞാൻ ഇവിടെ ആരെടുത്തിട്ടാണ് അങ്ങോട്ട് പോകുന്നത്, ആൾക്കനുസരിച്ച് മൊത്തം ആ ഒരു പേജ് മാറണം. ഈ ഒരു കൺസെപ്റ്റ് ആണ് എന്ത് കോൾ ചെയ്യാം? ഡ്രിൽ ത്രൂ എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. അതായത് 2 പേജ് ഉണ്ടായിരിക്കണം. ഒരു പേജിൽ നമ്മുടെ വിഷ്വലും സെക്കൻഡ് പേജ് ആയിരിക്കും നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ പേജ്. നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യും? ടെക്സ്റ്റൈൽസ് പറഞ്ഞ ഫിൽറ്റർ എടുത്തിട്ട് നേരെ എങ്ങോട്ട് പോകും? 69 പോകും. അപ്പൊ ഇതായിരിക്കും നമ്മുടെ ഡ്രിൽ ത്രൂയുടെ ടാർഗറ്റ് പേജ് അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ പേജ്. ഈ ഡെസ്റ്റിനേഷൻ പേജിന്റെ അകത്ത് നമ്മൾ എന്ത് ഫീച്ചർ സെറ്റ് ചെയ്തിട്ടുണ്ട് വരുമോ? ഇത് ഡ്രിൽ ത്രൂയുടെ ഡെസ്റ്റിനേഷൻ പേജ് ആണെന്നുള്ളത് പാസ് ചെയ്ത് കൊടുക്കേണ്ടി വരുമോ? അപ്പൊ നേരെ ജസ്റ്റ് ആ പേജ് സെലക്ട് ചെയ്യുക, വിഷ്വൽസ് ഒന്നും ചൂസ് ചെയ്യരുത്. നേരെ ഫോർമാറ്റ് യുവർ പേജിലോട്ട് വരുമോ? അപ്പൊ ഫസ്റ്റ് ഇവിടെ എന്ത് കാണാൻ പറ്റും? പേജ് ഇൻഫോർമേഷൻ. ഇത് ഡിഫോൾട്ട് ആയിട്ട് ഒരു സ്റ്റാൻഡേർഡ് റിപ്പോർട്ട് പേജ് ആയിരിക്കും. അത് മാറ്റിയിട്ട് അതിനോട് എന്ത് പറയാം? ഇത് നോർമൽ റിപ്പോർട്ട് പേജ് അല്ല, ഇത് എന്ത് പേജാണ്? ഡ്രിൽ ത്രൂയുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ പേജ് ആണെന്ന് പാസ് ചെയ്യും. ടൂൾ ടിപ്പ് ഉണ്ടാക്കിയത് ഓർമ്മയില്ലേ? അതുപോലെ ഇതെന്തായി? റിപ്പോർട്ട് പേജ് ആയിട്ട് ആക്ട് ചെയ്യും, ഡ്രിൽ ത്രൂയുടെ ഡെസ്റ്റിനേഷൻ പേജ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ. അപ്പൊ താഴെ ചോദിക്കും, നിങ്ങൾ എന്ത് വെച്ചിട്ടാണ് ഇതിലോട്ട് ഡ്രിൽ ത്രൂ ചെയ്ത് വരാൻ പോകുന്നത്? നമ്മൾ എന്ത് വെച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പോകുന്നത്? കാറ്റഗറിയിൽ നിന്ന് ഓരോ ആൾക്കാർ എടുത്തിട്ടാണ് ഇങ്ങോട്ട് വരാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ഇൻഫോർമേഷൻ കൂടി ഇവിടെ പാസ് ചെയ്യണം. ഇവിടെ എന്തായിരിക്കും പാസ് ചെയ്യേണ്ടി വരുമോ? കാറ്റഗറി പറഞ്ഞ കോളം ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം. കാറ്റഗറി നേരെ എടുത്തിട്ട് ഇതിലോട്ട് ആഡ് ചെയ്യാം. ഈ ഒരു പേജിൽ എന്ത് ആക്ഷൻ കിട്ടി? നമ്മുടെ കാറ്റഗറിനെ ബേസ് ചെയ്തുള്ള ഒരു ഫിൽറ്റർ എടുത്ത് നമുക്ക് നേരെ എങ്ങോട്ട് വരാം?
ഈ പേജിലോട്ട് വരാനുള്ള ഒരു പെർമിഷൻ കിട്ടി. ഇപ്പൊ ഈ പേജിലൊരു ചേഞ്ച് കാണാൻ പറ്റും. ടോപ്പ് ലെഫ്റ്റ് കോർണർ ഒരു ബാക്ക് ബട്ടൺ വന്നിട്ടുണ്ടാവും. ഇതിന്റെ ആക്ഷൻ ഡിഫോൾട്ട് ആയിട്ട് ബാക്ക് ആയിരിക്കും. എന്തിനാണ് അവിടെ വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ നേരെ അങ്ങോട്ട് വന്നു, 68ലോട്ട് വന്നു. എന്തുകൊണ്ട് ടെക്സ്റ്റൈൽസിന്റെ ബേസ് നേരെ എനിക്ക് അങ്ങോട്ട് പോകണം, 69ലോട്ട് പോകണം. ജസ്റ്റ് ആ ഡാറ്റ അപ്പോൾ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ എന്ത് കാണാൻ പറ്റും, ഡ്രിൽ ത്രൂ. ഏത് പേജാണ് കാണിച്ചിരുന്നത്, ഇത്രയും പേജ് ഉണ്ടായിട്ടും ഏത് കാണിച്ചിരുന്നുള്ളൂ, 69. എന്തുകൊണ്ടാണ്, ഈ പേജിന്റെ അകത്ത് മാത്രമേ ഉള്ളൂ ഏത് ആക്ഷൻ കൊടുത്തിട്ടുള്ളൂ, ഡ്രിൽ ത്രൂയുടെ ആക്ഷൻ പാസ് ചെയ്തിട്ടുള്ളൂ. 69 കണ്ടോ, പേജ് മൊത്തം ആർക്കനുസരിച്ചിട്ട് മാറി, ടെക്സ്റ്റൈൽസ് അനുസരിച്ചിട്ട് മാറി. എനിക്ക് തിരിച്ച് ഞാൻ വന്ന പേജിലോട്ട് തന്നെ എനിക്ക് തിരിച്ചു പോകണം. അതിനാണ് എന്ത് കൊടുത്തിരിക്കുന്നത്, മെഷീൻ ബാക്ക് ബട്ടൺ. കൺട്രോൾ പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്താൽ വന്ന പേജിലോട്ട് തന്നെ പോകും. ഇപ്പൊ ഒരു എക്സാമ്പിൾ കാണിച്ചാൽ, ഞാൻ പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്തു. അവിടെ ഒരു പൈ ചാർട്ട് ക്രിയേറ്റ് ചെയ്തു. പൈ ചാർട്ട് ലെജൻഡിലോട്ട് കാറ്റഗറിയും വാല്യൂസിലോട്ട് ഞാൻ ടോട്ടൽ സെയിൽസും ആഡ് ചെയ്തു. അപ്പോൾ ഈ പൈ ചാർട്ടിൽ എന്താ ഉള്ളത്, കാറ്റഗറി. എനിക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാം, ഫിൽറ്റർ എടുത്തിട്ട് നേരെ അങ്ങോട്ട് പോവാം, ഡ്രിൽ ത്രൂലോട്ട് പോകാൻ പറ്റും. നേരെ റൈറ്റ് ക്ലിക്ക് ചെയ്യാം, ഡ്രിൽ ത്രൂ പേജ് 16 കണ്ടോ. ഇനി തിരിച്ച് ഞാൻ വന്ന പേജിലോട്ട് തന്നെ പോകാൻ പറ്റണം. എന്ത് യൂസ് ചെയ്യാം, ബാക്ക് ബട്ടൺ. അതിനാണ് ഈ ബട്ടൺ ഇവിടെ കൊടുത്തിരിക്കുന്നത്, വന്നിടത്തോട്ട് തന്നെ തിരിച്ചു പോകാൻ വേണ്ടി. ഇപ്പൊ ക്ലിയർ ആയോ ഡ്രിൽ ത്രൂയുടെ ആക്ഷൻ എന്താണെന്നുള്ളത്, ഓൺലൈൻ ക്ലിയർ ആയോ ഡ്രിൽ ത്രൂ എന്താണെന്നുള്ള കൺസെപ്റ്റ്. Yes, sir. യെസ് സർ. ഞാനത് മൂന്ന്, ഇപ്പൊ നമുക്കിവിടെ സിംഗിൾ ആയിട്ട് തന്നെ ഡ്രിൽ ത്രൂയില് ഫിൽറ്റർ കൊടുക്കാൻ പറ്റുള്ളൂ. എങ്ങനെ സിംഗിൾ ആയിട്ട്, അല്ല, ഇപ്പൊ നമ്മൾ കൗണ്ടി മാത്രമല്ലേ കൊടുത്തുള്ളൂ. അപ്പൊ ഞാന് മറ്റേ എന്താ ലൊക്കേഷന്റെ കൗണ്ടി, സ്റ്റേറ്റ്, നെയിം അങ്ങനെ കൊടുത്തിട്ട് ഡ്രിൽ ത്രൂ ചെയ്യാൻ നോക്കി. ഇത് അറ്റ് എ ടൈം ഇവിടെ കാറ്റഗറി എല്ലാം ആഡ് ചെയ്യുന്നതാണോ, അല്ല വിഷ്വലിനകത്തെല്ലാം ആഡ് ചെയ്തിട്ടാണോ? അല്ലല്ല, ഡ്രിൽ ത്രൂവിന്റെ കണ്ടീഷന്റെ അടിയില്, പേജ് ഇൻഫർമേഷന്റെ അടിയിൽ ഇവിടെ കാറ്റഗറിക്ക് വരെ ഞാൻ കൗണ്ടി, സ്റ്റേറ്റ്, നെയിം കൊടുത്തു. എന്നിട്ട് ഡ്രിൽ ത്രൂവിന്റെ പേജിലും അങ്ങനെ കൊടുത്തു. പക്ഷെ എനിക്കത് വന്നില്ലായിരുന്നു. അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ അങ്ങനെ എന്താണ് ഹയറാർക്കിയുടെ ആവശ്യമില്ല. നമ്മൾ എന്ത് ഫിൽറ്റർ വെച്ചിട്ടാണ് ഇങ്ങോട്ട് വരാൻ പോകുന്നത്, നമുക്കിപ്പോ എന്താണ് മെയിൻ ആവശ്യം, ഇവിടുന്ന് ഏതോ ഒരു കാറ്റഗറി സെലക്ട് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ആ സെലക്ട് ചെയ്യുന്ന കോളം അവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അല്ല, ഇപ്പൊ ഇവിടെ ഹൈറാർക്കിക്കലായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്ലൈ ചെയ്യേണ്ട, അപ്ലൈ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അതായത് ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഇവിടെ ഹയറാർക്കി, ഇപ്പം കാറ്റഗറി അതിന് താഴെ പ്രൊഡക്റ്റ്, പ്രൊഡക്റ്റ് നെയിം. വേണമെങ്കിൽ എന്ത് ചെയ്യാം, പ്രൊഡക്റ്റ് നെയിം ഇതിലോട്ട് ആഡ് ചെയ്യാം. ജസ്റ്റ് കാണിച്ചു തരാം, പ്രൊഡക്റ്റ് നെയിം ഇതിലോട്ട് ആഡ് ചെയ്യും. ഓക്കെ. പക്ഷെ എനിക്ക് ഈ ഒരു വിഷനിലകത്ത് എന്തിനെ വെച്ചിട്ട് മാത്രമേ ഫിൽറ്റർ ചെയ്ത് വരാൻ പറ്റൂ, കാറ്റഗറീനെ ബേസ് ചെയ്ത് മാത്രമേ വരാൻ പറ്റൂ. ഇനി പ്രൊഡക്റ്റിനെ ബേസ് ചെയ്ത് പോകണമെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ വീണ്ടും അല്ല, നമ്മള് അടുത്ത കാർഡ് വിഷ്വലിൽ ഇപ്പൊ എന്തെങ്കിലും ടോട്ടൽ സെയിൽസ് ഒക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രൊഡക്റ്റും കാറ്റഗറി ഒരുമിച്ച് അപ്ലൈ ചെയ്യുമ്പോൾ മാറില്ലേ? ഒരുമിച്ച് അപ്ലൈ ആവില്ല. ഇപ്പൊ ഞാൻ പറയാണ്, ഞാനിപ്പോ ഇവിടുന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തു, ഡ്രിൽ ത്രൂ പേജ് 69. ഇപ്പൊ ഇവിടെ കാണുന്ന കാര്യങ്ങൾ മൊത്തം എന്തായിരിക്കും, ആ ഒരു കാറ്റഗറീനെ ബേസ് ചെയ്തുള്ള കാര്യമായിരിക്കും. ഇവിടെ കാറ്റഗറിയിൽ മാത്രമേ വർക്ക് ആവുന്നുള്ളൂ, പ്രൊഡക്റ്റ് നെയിം ഇവിടെ വർക്ക് ആവുന്നില്ല. പ്രൊഡക്റ്റ് നെയിം വർക്ക് ആവണമെങ്കിൽ എന്ത് ചെയ്യണം, ഞാൻ ഇതേ പേജിൽ അല്ലെങ്കിൽ വേറൊരു പേജിൽ, ഇതേ പേജിൽ വേണ്ട, ഞാൻ പുതിയൊരു പേജിൽ വന്നു. അവിടെ ഞാൻ ജസ്റ്റ് ഒരു കോളം ചാർട്ട് ക്രിയേറ്റ് ചെയ്തു. കോളം ചാർട്ടിലോട്ട് ഞാൻ പ്രൊഡക്റ്റിന്റെ പേര് ആഡ് ചെയ്തു. ഇതാ സർ ഉദ്ദേശിച്ചത്. ഞാൻ കോളം ചാർട്ടിൽ പ്രൊഡക്റ്റ് നെയിമും കാറ്റഗറിയും വെച്ചിട്ട് അങ്ങനെ വെച്ചിട്ട് ഇപ്പൊ പൈ അങ്ങനെ ചാർട്ടിന് കൊടുക്കുമ്പോൾ പകരം പോകും. ഇവിടെ ഫസ്റ്റ് കാറ്റഗറി ആഡ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. ഡ്രിൽ അപ്പ് ചെയ്തു, ഞാൻ ഇപ്പം ടെക്സ്റ്റൈൽ സെലക്ട് ചെയ്തു, റൈറ്റ് ക്ലിക്ക്, ഡ്രിൽ ത്രൂ പേജ് 69. പക്ഷെ ഇതിപ്പം എന്ത് മാത്രമേ ആവുള്ളൂ, കാറ്റഗറി മാത്രമേ വരൂ. പ്രൊഡക്റ്റ് വരണമെങ്കിൽ എന്ത് ചെയ്യണം, ഇതിനെ ഡൗൺ ചെയ്യണം. നമ്മൾ ഡ്രിൽ ഡൗൺ ചെയ്യണം. ടെക്സ്റ്റൈൽസ് ഡൗൺ ചെയ്തു, അതിന് ഞാൻ ഇപ്പൊ പ്രൊഡക്റ്റ് 40 റൈറ്റ് ക്ലിക്ക് ചെയ്തു, ഡ്രിൽ ത്രൂ. ഇപ്പൊ ഇവിടെ കാണാൻ പറ്റുന്നത് പ്രൊഡക്റ്റ് 40 കണ്ടോ, പ്രൊഡക്റ്റ് നെയിം 1 ആയിരിക്കും. ഇതാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ അതിവിടെ ഇൻഫോർമേഷൻ പാസ് ചെയ്യണം. ഇവിടെ പ്രൊഡക്റ്റ് നെയിം എന്ന് കൂടെ ഫിൽറ്റർ വരുന്നുണ്ടെങ്കിൽ ഇൻഫോർമേഷൻ ഈ പേജിൽ പാസ് ചെയ്യണം. അപ്പൊ പേജ് അതിൽ ഇവിടെ അതും കൂടെ കൊടുക്കണം. അതില്ലെങ്കിൽ വർക്ക് ആവില്ല. ഇപ്പൊ ഞാൻ ഇത് റിമൂവ് ചെയ്തു, ഇവിടെ എന്ത് ചെയ്തു, ഇത് വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡ്രിൽ ത്രൂ പേജ് 69. പക്ഷെ ഓക്കെ, ഇത് ഹയറാർക്കി ആയതുകൊണ്ട് വർക്കായി, അല്ലാത്തൊരു കാര്യമാണ് അവിടെ വർക്ക് ആവണമെന്നില്ല.
അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യണം, അത് കൂടെ ആഡ് ചെയ്താൽ അത് വർക്ക് ആവും. എന്തുകൊണ്ട് വർക്ക് ആയുള്ള റീസൺ ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഡിഫോൾട്ട് കണ്ടീഷൻ അത് വർക്ക് ആവും, അല്ലാത്തൊരു സിറ്റുവേഷൻ അതായത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് ഇതൊന്ന് ഇംപ്ലിമെന്റ് ചെയ്യും, അതിനുശേഷം ഞാൻ ആ കൺസെപ്റ്റ് പറഞ്ഞുതരാം. ഇവർക്ക് കൂടി ചോദിച്ച ഡൗട്ട് ക്ലിയർ ആയോ? ഓക്കെ, ബാക്കിയുള്ളവർ ക്ലിയർ ആണോ? ഡ്രിൽ ത്രൂ എന്താണെന്നുള്ളത് പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യും, അതിനുശേഷം അതിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സെറ്റിങ്സും കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാം. ഓൺലൈൻ പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തവർ മാത്രം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാം കേട്ടോ. ഇത് ബാക്കി ആർക്കും ഇതുപോലെ ഡൗട്ട് ഒന്നും വരാത്തതിന്റെ റീസൺ എന്താ? ഈ പല സ്റ്റാഫിനെ ബേസ് ചെയ്തിട്ട് ഈ പേജിൽ ഇതാക്കാം. ചെയ്യാൻ പറ്റും. യെസ്, ഒന്നൊന്നല്ല. ഇതിലേക്ക് വീണ്ടും വീണ്ടും അത് ആഡ് ചെയ്ത് കൊടുക്കും. ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു ഡ്രിൽ ത്രൂയുടെ ബേസിക് കൺസെപ്റ്റ് മനസ്സിലാക്കി ഇംപ്ലിമെന്റ് ചെയ്തവർ മാത്രം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാം. സി ടൈപ്പ് ചാർജർ ഉണ്ടാവും. സി സി ഓഫ്ലൈൻ ഇംപ്ലിമെന്റ് ചെയ്തോ? ഓക്കെ. ഇനി ഈ ഡ്രിൽ ത്രൂടെ അവർ സെറ്റപ്പ് ചെയ്ത അവിടെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് കാണാൻ പറ്റും. കീപ് ഓൾ ഫിൽറ്റേഴ്സും ക്രോസ് റിപ്പോർട്ടും. അതിൽ കീപ് ഓൾ ഫിൽറ്റേഴ്സ് എപ്പോഴും ഓൺ ആയിട്ടും കാണാൻ പറ്റും, ക്രോസ് റിപ്പോർട്ട് ഓഫ് ആയിട്ടും ഉണ്ടാവും. അങ്ങനെയാണ് എല്ലാവർക്കും വന്നിട്ടുള്ളത്. കീപ് ഓൾ ഫിൽറ്റേഴ്സ് എല്ലാവർക്കും ഓണും ആയിരിക്കും, ക്രോസ് റിപ്പോർട്ട് ഓഫും ആയിരിക്കും. എന്താണ് കീപ് ഓൾ ഫിൽറ്റേഴ്സിന്റെ കൺസെപ്റ്റ് നോക്കാം. ഞാൻ നേരെ പേജ് 69 പോകുന്നു. ഓക്കെ, ഇവിടുന്നാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്, ആ ഒരു പേജിലോട്ട് ഡ്രിൽ ത്രൂ ചെയ്ത് പോകാൻ പോകുന്നു. ഓക്കെ, ഇതേ പേജിൽ എന്ത് ചെയ്തു, ഒരു സ്ലൈസർ സെറ്റ് ചെയ്തു. സ്ലൈസറിലോട്ട് ഞാൻ ലൊക്കേഷൻ ഡാറ്റയിൽ കൗണ്ടി ആഡ് ചെയ്തു. ഓക്കെ, ഇനി ഞാനിവിടെ ഒരു കൗണ്ടി സെലക്ട് ചെയ്താൽ എന്തെങ്കിലും ചേഞ്ച് വരാൻ പോകുന്നത്, ഈ വിഷ്വൽ ആർക്ക് അനുസരിച്ച് മാറും, ആ ഒരു കൗണ്ടിക്ക് അനുസരിച്ച് മാറും. ഇവിടുന്ന് എന്തായി, വിഷ്വലിന്റെ അകത്തൊരു ഫിൽറ്റർ ഉണ്ട്, വിഷ്വലിന്റെ പുറത്തു നിന്നും ആ ഒരു ഫിൽറ്റർ കയറി. ഇനി ഞാൻ ടെക്സ്റ്റൈൽസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തു, ഡ്രിൽ ത്രൂ പേജ് 69. ഇത് മൊത്തം എന്തായി മാറിയിട്ടുണ്ടാവും, ആ കൗണ്ടിയുടെ കാര്യങ്ങൾ ഇതിലോട്ട് അപ്ലൈ ആയി വന്നിട്ടുണ്ടാവും. ഞാൻ വീണ്ടും തിരിച്ചു പോയി ഇതിലോട്ട് എന്ത് ചെയ്തു, അലമേഡ കൗണ്ടി സെലക്ട് ചെയ്തു, ടെക്സ്റ്റൈൽസ് റൈറ്റ് ക്ലിക്ക് ചെയ്തു, ഡ്രിൽ ത്രൂ പേജ് 69. എന്തായി, അതിലതായി മാറിയിട്ടുണ്ടാവും. വീണ്ടും തിരിച്ചു പോയി ഞാൻ അടുത്തൊരു റിവർ സൈഡ് കൗണ്ടി സെലക്ട് ചെയ്തു, ടെക്സ്റ്റൈൽസ് റൈറ്റ് ക്ലിക്ക് ചെയ്തു, ഡ്രിൽ ത്രൂ പേജ് 69. ഇവിടെ കണ്ടോ, ക്വാണ്ടിറ്റി മാറി മാറി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഞാൻ എന്ത് ചെയ്തു, നമുക്ക് ഇയർ കൂടെ അവിടെ ചെക്ക് ചെയ്ത് നോക്കാം. അതായത് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ അടുത്തൊരു സ്ലൈസർ ക്രിയേറ്റ് ചെയ്തു,
അതിലോട്ട് ഞാൻ ഡേറ്റ് ടേബിളിലെ ഡേറ്റ് ഹയറാർക്കിന്ന് ഇയർ ആഡ് ചെയ്തു. സ്ലൈസറിന്റെ സ്റ്റൈൽ ഞാൻ ജസ്റ്റ് ടൈലിലോട്ട് മാറ്റി. ഓക്കെ, 2017 സെലക്ട് ചെയ്തു. റൈറ്റ് ക്ലിക്ക് ചെയ്തു, ഡ്രിൽ ത്രൂ പേജ് 69. അപ്പോൾ ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ എന്തായിരിക്കും? ഇത് നോക്കണ്ട, ഇത് ഡിമെൻഷൻ ടേബിൾ ആയതുകൊണ്ട് അത് മാറില്ല. ഓക്കെ, അപ്പോൾ ഇതെന്തായിട്ടുണ്ടാവും? അത് മാറ്റിയത്. അപ്പൊ ഇതെന്തായിട്ടുണ്ടാവും? മൊത്തം ഈ 355 എന്തായിരിക്കും? 355 എന്തായിരിക്കും? ആ കൗണ്ടിന്റെ ആ പർട്ടിക്കുലർ ആ കാറ്റഗറിയിലെ കൗണ്ടിയിലെ ആ പർട്ടിക്കുലർ ഇയറിലെ ആ പർട്ടിക്കുലർ കാറ്റഗറിയിലെ ക്വാണ്ടിറ്റി ആയിരിക്കും ഇവിടെ വരുന്നത്. തിരിച്ച് ഞാൻ വീണ്ടും പഴയ പേജിലോട്ട് പോയി ആ വാല്യൂ നിങ്ങൾ വ്യത്യാസം നോക്കിക്കോളൂ. ലോസ് ഇൻഡെക്സ് ക്ലിക്ക് ചെയ്തു, റൈറ്റ് ക്ലിക്ക്, ഡ്രിൽ ത്രൂ പേജ് 16 ഉണ്ടാവും, 926. ഓക്കെ, ഇനി അടുത്ത് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഞാനിവിടെ ഈ ഒരു ഡ്രിൽ ത്രൂവിൽ വന്നിട്ട് എന്ത് ചെയ്തു? കീപ്പ് ഓൾ ഫിൽറ്റേഴ്സ് നിൽക്കുമ്പോൾ അത് ഓൺ ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ കീപ്പ് ഓൾ ഫിൽറ്റേഴ്സിന് എന്തായിരിക്കും? നമ്മൾ എവിടെ നിന്നാണോ ഡ്രിൽ ത്രൂ ചെയ്ത് വരുന്നത് ആ വിഷ്വലിനകത്ത് ഏതൊക്കെ ഫിൽറ്റേഴ്സ് ഉണ്ടോ ആ ഫിൽറ്റേഴ്സ് മുഴുവൻ എവിടെ വരും? നമ്മുടെ ഈ എൻഡ് പേജിലുള്ള പേജിലോട്ട്, ഡെസ്റ്റിനേഷൻ പേജിലോട്ട് വരും. അത് വേണ്ടാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് അവിടെ ഓഫ് ചെയ്ത് വെക്കാം. ഓഫ് ചെയ്ത് ഉടനെ മാറാൻ പോകുന്നില്ല, വീണ്ടും തിരിച്ചു പോവുക, റൈറ്റ് ക്ലിക്ക്, ഡ്രിൽ ത്രൂ പേജ് 16 കണ്ടോ? അത് അപ്ലൈ ആവില്ല. ക്ലിയർ ആയോ? ഇനി ഞാൻ ഇവിടെ എന്ത് ചെയ്തു? നിങ്ങൾ ഈ ക്വാണ്ടിറ്റി നോക്കിക്കോ, 8416. തിരിച്ചു പോയി ഇവിടെ ഞാൻ കൗണ്ടി മാറ്റി, ഡ്രിൽ ത്രൂ 69. അതുപോലെ വ്യത്യാസം ഉണ്ടോ? ഇല്ല. ഇതിലോട്ട് എന്ത് മാത്രമേ വരുന്നുള്ളൂ? ടെക്സ്റ്റൈൽസിലെ ഡീറ്റെയിൽസ് മാത്രമേ വരുന്നുള്ളൂ. ബാക്കി സ്ലൈസർ എന്ന് വരുന്ന കാര്യങ്ങളൊന്നും ഇതിലോട്ട് പാസ് ആവുന്നില്ല. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ഓൺലൈൻ കൺസെപ്റ്റ് ക്ലിയർ ആയ എന്താ കീപ്പ് ഓൾ ഫിൽറ്റേഴ്സ് ഉള്ളത്? ഓക്കെ, അപ്പോൾ ആ ഒരു വിഷ്വലിന്റെ അകത്തുള്ള എല്ലാ ഫിൽറ്റേഴ്സിനെയും ഡെസ്റ്റിനേഷൻ പേജിലോട്ട് കൊണ്ടുപോകാനാണ് എന്ത് കൊടുത്തിരിക്കുന്നത്? കീപ് ഓൾ ഫിൽറ്റേഴ്സിനുള്ള കൺസെപ്റ്റ് കൊടുത്തിരിക്കുന്നത്. കീപ് ഓൾ ഫിൽറ്റേഴ്സ് ഡിഫോൾട്ട് ആയിട്ട് എപ്പോഴും ഓൺ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇൻ കേസ് നമുക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നമുക്കവിടെ ഓഫ് ചെയ്ത് നോക്കാം. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ കീപ് ഓൾ ഫിൽറ്റേഴ്സിന്റെ കൺസെപ്റ്റ്. അത് എപ്പോഴും ഡിഫോൾട്ട് ആയിട്ട് ഓൺ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അത് ആവശ്യമില്ലെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് അവിടെ ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആ ക്രോസ് ഫിൽട്ടർ, ക്രോസ് റിപ്പോർട്ടിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് നിങ്ങൾ തന്നെ സെൽഫായിട്ട് കണ്ടുപിടിക്കുക കേട്ടോ. ഇംപ്ലിമെന്റ് ചെയ്യാൻ നിൽക്കണ്ട, ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് കൺസെപ്റ്റ് ചെക്ക് ചെയ്താൽ മതി. എന്താണ് ക്രോസ് റിപ്പോർട്ട്? ക്രോസ് റിപ്പോർട്ടിന്റെ കൺസെപ്റ്റ് നോക്കിയോ? അത് നോക്കി കഴിഞ്ഞില്ലേ?
സാർ ആ ഫിൽറ്റേഴ്സിന്റെ ഐക്കൺ ഐ മീൻ കീബോർഡ് ഫിൽറ്റേഴ്സ് അൺചെക്ക് ചെയ്തിട്ടും ഞാൻ പോയിട്ട് ചെയ്യുമ്പോൾ എനിക്ക് അഫക്റ്റ് ആവുന്നുണ്ട്. ഇങ്ങനെ പുറകിലോട്ട് പോയി ടെക്സ്റ്റൈൽസ് റൈറ്റ് ക്ലിക്ക് ഡ്രിൽ ത്രൂ ഹലോ അല്ല, ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യട്ടെ. വിസിബിൾ ആണോ സാർ? ലോഡായി വരുന്നതാണ് സെക്കൻഡ്. യാ ഓക്കെ ആണോ? ഇവിടെ ഇവിടെ അൺചെക്ക് ചെയ്തിട്ടുണ്ട്. ഉം. ഉം. $2 million എന്ന് തിരിച്ചു പോയ ഇനി അവിടെ ടെക്സ്റ്റൈൽസ് മതി ഫുഡ് സെലക്ട് ചെയ്ത് ഫർണിച്ചർ എന്തെങ്കിലും സെലക്ട് ചെയ്ത് സെയിം അല്ലേ, മാറുന്നില്ലല്ലോ. അല്ല, ആദ്യം മാറിയായിരുന്നു. ഒന്നുകൂടെ ചെയ്ത് നമുക്ക് പുറകിലോട്ട് വന്നിട്ട് ആ ഇയർ ഒന്ന് മാറ്റി. ഇപ്പൊ കോൺസ്റ്റന്റ്, ആദ്യം മാറിയായിരുന്നു. അതെയോ, ഓക്കെ കുഴപ്പമില്ല. ചില കാര്യങ്ങൾ അങ്ങനെ ഇപ്പൊ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ശരിയാവും പറയാറുണ്ട്. തമാശ പറഞ്ഞ കേട്ടോ. അല്ല, അങ്ങനെ കുറെ പേര് പറയാറുണ്ട്. അതായത് എറർ പറഞ്ഞിട്ട് വരും, ഞാൻ അടുത്തെത്തുമ്പോൾ എറർ പോകുന്നുണ്ടോ. റീസെന്റ് ഒരു സ്റ്റുഡന്റ് എന്തോ SQL എന്തോ എറർ എന്ന് പറഞ്ഞിട്ട് രാത്രി തന്നെ കാണാൻ വന്നു. പക്ഷെ ഞാൻ ഉറങ്ങി, കാണാൻ പറ്റിയില്ല, ഞാൻ പോയി. ഞാൻ അറിഞ്ഞ പോലുമില്ല. അങ്ങനെ റൂംമേറ്റ് പറഞ്ഞിട്ടുള്ള വന്നു. ഞാൻ രാവിലെ പ്രശ്നം പറഞ്ഞു ശരിയായി. രാവിലെ ഉണങ്ങുമ്പോൾ സിസ്റ്റം ശരിയായി പോലും. ഫുൾ എററും മാറി, ഒരാളൊന്നും ചെയ്തിട്ടില്ല പോലും. എനിക്ക് ആശ്വാസമായി, സമാധാനം. ഞാൻ ചെയ്തിട്ടുള്ളത് കൂടായി. ഇത് ക്ലിയർ ആണല്ലോ അവർക്ക് ഈ ഒരു കീപോൾ ഫിൽറ്റേഴ്സ്. ഓൺലൈൻ എല്ലാവരും ക്ലിയർ ആണോ കീപോൾ ഫിൽറ്റേഴ്സിന്റെ കൺസെപ്റ്റ്? ഓൺലൈൻ ക്ലിയർ ആണോ? ഇനി ക്രോസ് റിപ്പോർട്ട് പറഞ്ഞ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഡിഫോൾട്ട് എന്താ ഉള്ളത്, ഓഫ് ആയിട്ടാണ് കിടക്കുന്നത്. അതിന്റെ മുകളിൽ മൗസ് പോയിന്റ് വെക്കുമ്പോൾ തന്നെ പറയുന്നത് കാണാൻ പറ്റും, അലോ അതർ റിപ്പോർട്ട് ടു യൂസ് ദിസ് പേജസ് ഡ്രിൽ ത്രൂ ഡെസ്റ്റിനേഷൻ. നമ്മൾ നോർമൽ ഡ്രിൽ ത്രൂ എന്താ ചെയ്യുന്നത്, ഒരു റിപ്പോർട്ടിലെ ഒരു പേജിലെ വിഷ്വൽ നിന്ന് ഇതിലോട്ട് തന്നെ വന്നു. പക്ഷെ ഇതെന്താ പറയുന്നത്, വേറൊരു പവർ ബി റിപ്പോർട്ടിൽ നിന്ന് എന്ത് ചെയ്യാം, തിരിച്ച് നമുക്ക് ഈ റിപ്പോർട്ടിലോട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അതാണ് ക്രോസ് റിപ്പോർട്ട്. അത് ഇതേ ഡാറ്റേനെ ബേസ് ചെയ്ത് വേറൊരു റിപ്പോർട്ട് ഉണ്ട്. അത് ചിലപ്പോൾ എന്തായിരിക്കും, ജസ്റ്റ് നോർമൽ അനാലിസിസ് ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഇതായിരിക്കും എന്തുണ്ടാവുക, ഇൻഡെപ്ത് അനാലിസിസ് ഉണ്ടാവുക. അപ്പൊ അതിന് എന്ത് ചെയ്യണം, അവർക്ക് ഇൻഡെപ്ത് ആയിട്ട് കാര്യങ്ങൾ അറിയണമെങ്കിൽ ആ റിപ്പോർട്ട് ത്രൂ ഇതിലോട്ട് വരണം. അതിനാണ് എന്ത് യൂസ് ചെയ്യുക, ക്രോസ് റിപ്പോർട്ട് എന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യാം. അതായത് ഡിഫറെന്റ് റിപ്പോർട്ടിൽ നിന്ന് എന്ത് ചെയ്യണം, ടാർഗറ്റ് ചെയ്ത് ഈ ഒരു പേജിലോട്ട് വരാൻ പറ്റണം. അതാണ് ക്രോസ് റിപ്പോർട്ട് എന്ന കൺസെപ്റ്റ്. അത് എല്ലായ്പ്പോഴും ഒന്നും യൂസ് ചെയ്യില്ല. അതുകൊണ്ടാണ് ഡിഫോൾട്ട് ആയിട്ട് എന്ത് കൊടുത്തിരിക്കുന്നത്, അതവിടെ ഓഫ് ആക്കിയിട്ട് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞത് കൊണ്ട് മാത്രം എന്ത് ചെയ്യാൻ പറ്റില്ല, വേറെ റിപ്പോർട്ട് ഇതിലോട്ട് വരാനും പറ്റില്ല. ഒരു സെറ്റിംഗ്സിൽ കൂടെ ഒരു പെർമിഷൻ ഓക്കെ കൊടുത്താൽ മാത്രമേ അതോട് അപ്ലൈ ആവൂ. നേരെ ഫയൽ ടാബിൽ വന്നിട്ട് ഏറ്റവും താഴെ എന്ത് കാണാൻ പറ്റും, ഓപ്ഷൻസ് ആൻഡ് സെറ്റിംഗ്സ്, ഓപ്ഷൻസ്. അതിൽ ഏറ്റവും താഴത്തോട്ട് വരുമ്പോൾ അവിടെ റിപ്പോർട്ട് സെറ്റിംഗ്സ് ആണ്, ഇവിടെയല്ല. അല്ലെങ്കിൽ ഏറ്റവും താഴെ വരുന്ന റിപ്പോർട്ട് സെറ്റിംഗ്സ് കാണാൻ പറ്റും. ഒരു ഓപ്ഷൻ കണ്ടോ, ക്രോസ് റിപ്പോർട്ട് ഡ്രിൽ ത്രൂ, അലോ വിഷ്വൽ ഇൻ ദിസ് റിപ്പോർട്ട് യൂസ് ഡ്രിൽ ത്രൂ ടാർഗറ്റ് ഫ്രം അതർ റിപ്പോർട്ട്. ഇത് കൂടെ അവിടെ പെർമിഷൻ കൊടുത്താൽ മാത്രമേ വേറെ റിപ്പോർട്ടിന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, എന്റെ ഈ റിപ്പോർട്ടിലോട്ട് ആസ് ചെയ്യാൻ പറ്റൂ. അതായത് ആസ് കൊടുക്കുന്നതിന് എന്ത് ചെയ്യും, അവർ എത്ര വിചാരിച്ചു കഴിഞ്ഞാലും അവർക്ക് ഈ പേജിലോട്ട് വരാൻ പറ്റില്ല. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യും, നമ്മൾ ഈ സെറ്റിംഗ്സ് ഒക്കെ ഓപ്പൺ ചെയ്ത് കൊടുക്കൂ. അനാവശ്യമായിട്ട് എന്ത് ചെയ്യില്ല, ഓൺ ചെയ്തിട്ടില്ല. അനാവശ്യമായിട്ട് എന്തായിരിക്കും ഇഷ്യൂ ഉണ്ടാകാൻ പോകുന്നത്, അവർക്ക് ഈസിലി നമ്മളെ റിപ്പോർട്ടിലോട്ട് കയറാനും പറ്റും. കയറി കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാം, അവിടുന്ന് ഡാറ്റ കണ്ട് ഡാറ്റ ലീക്ക് പോകും. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് യൂസ് ചെയ്യും, ക്രോസ് റിപ്പോർട്ട് ഡ്രിൽ ത്രൂ എന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യും.
അതിന് ഡെസ്ക്ടോപ്പ് എന്നല്ല യൂസ് ചെയ്യുക. വൺസ് ഇത് സർവീസിലോട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്നാണ് യൂസർ എന്ത് ചെയ്യുക, ഈ ഒരു കൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുക. ഡെസ്ക്ടോപ്പ് എന്ന റിപ്പോർട്ട് അടുത്ത റിപ്പോർട്ടോട്ട് പോയിട്ട് വല്ല കാര്യമുണ്ടോ? ഡെസ്ക്ടോപ്പിൽ ഒരാൾക്ക് രണ്ട് റിപ്പോർട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? രണ്ട് സെപ്പറേറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റും. അവർക്ക് അവരെ ഇത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ എവിടെയാണ് ഇത് ആവശ്യമായിട്ട് വരുക? സർവീസിൽ പബ്ലിഷ് ചെയ്തതിനു ശേഷമാണ് ഈ ഒരു കൺസെപ്റ്റ് ആക്ച്വലി അവർ യൂസ് ചെയ്യും. നമ്മൾ ഇവിടുന്ന് ഫസ്റ്റ് എന്ത് ചെയ്യണം? സെറ്റിംഗ്സ് ഒക്കെ ഓൺ ആക്കിയിട്ട് പബ്ലിഷ് ചെയ്യണം. പബ്ലിഷ് ചെയ്ത് അവർക്ക് അവർ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ പറ്റും. അതിനാണ് ക്രോസ് റിപ്പോർട്ട് എന്ന് കോൾ ചെയ്യുക. ക്രോസ് റിപ്പോർട്ട്. ഈ രണ്ട് കൺസെപ്റ്റുകാർക്കും ഓക്കെ ആണോ? കീപ്പ് ഓൾ ഫിൽറ്റേഴ്സ്, ക്രോസ് റിപ്പോർട്ട്. ഓൺലൈൻ ക്ലിയർ ആണ് എല്ലാവർക്കും എന്താണ് കൺസെപ്റ്റ് എന്നുള്ളത്? Yes, sir. ഓക്കെ. ഇപ്പൊ ഡ്രിൽ ഡൗണും ഡ്രിൽ ത്രൂവും ഓക്കെ ആണോ? ഡ്രിൽ ഡൗൺ ഒരേ വിഷ്വലിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ ഡ്രിൽ ത്രൂവോ രണ്ട് പേജിലെ നമുക്ക് ആ ഒരു കാര്യം സെറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് എന്തായിരിക്കും ഡ്രിൽ ത്രൂയുടെ ഡെസ്റ്റിനേഷൻ പേജും, മറ്റേത് ഡ്രിൽ ത്രൂയുടെ ഫിൽറ്റർ അപ്ലൈ ചെയ്ത് വരാൻ പോകുന്ന വിഷ്വലുള്ള ഒരു പേജും. ഓക്കെ. ഇനി അടുത്ത് നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട കാര്യം, ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഈ പേജിൽ നിന്ന് ഡ്രിൽ ത്രൂ ചെയ്ത് പോവുകയാണല്ലേ, യൂസർക്ക് അത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമോ? യൂസറോട് നമ്മൾ എന്താ പറയാ, ഒരു ഡാറ്റ പോയിന്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അവിടെ ഡ്രിൽ ത്രൂ ഉണ്ടാവും, അങ്ങനെ പറയാൻ പറ്റുമോ? ഒരു ഈസി മെത്തേഡാണോ? അല്ല. ഇതിന് രണ്ട് ഇത് ചെയ്യാം. ഒന്നിക്കൽ നേരെ ആ വിഷ്വൽ സെലക്ട് ചെയ്യാം. അതിന്റെ മുകളിൽ എന്ത് കാണാൻ പറ്റും? ഡാറ്റ ബാർ ഡ്രിൽ എന്ന് പറഞ്ഞൊരു ടാബ് കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഗ്രൂപ്പ് കാണാൻ പറ്റും, ഡ്രിൽ ആക്ഷൻസ്. അതിലെന്ത് കാണാം? ഡ്രിൽ ത്രൂ. അത് ജസ്റ്റ് എനേബിൾ ചെയ്ത് കൊടുത്താൽ ഈ വിഷ്വലിനകത്ത് ഡ്രിൽ ത്രൂ ചെയ്ത് പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ ഡാറ്റ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. റൈറ്റ് ക്ലിക്ക് ഒന്നും ചെയ്യണ്ട, നോർമൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പൊ ഡ്രിൽ ത്രൂ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് അവിടെ എനേബിൾ ചെയ്ത് കാണിച്ചിട്ടുണ്ടോ? ഫുഡ് ആയിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അതുണ്ടെങ്കിൽ കാണിച്ചിടും. ഫർണിച്ചറിൽ ഉണ്ടെങ്കിൽ അതവിടെ കാണിച്ചിടും. ഡാറ്റ ബാർ ഡ്രില്ലിൽ പോയിട്ട് ഡ്രിൽ ത്രൂയുടെ ഫീച്ചർ ജസ്റ്റ് അവിടെ നിന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ മതി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഈ ഒരു ഫീച്ചർ. വർക്കാവുന്നുണ്ടോ? നമ്മള് ആ ഇപ്പൊ സെലക്ട് ചെയ്യുന്ന വിഷ്വലിന് മാത്രമല്ല അത് എനേബിൾ ആവുള്ളൂ. ലൈക്ക് ഇപ്പൊ ഇവിടെയാണെങ്കിൽ ഈ കോളം ചാർട്ടിൽ മാത്രമല്ല അത് എനേബിൾ ആവുള്ളൂ. കോളം ചാർട്ടിൽ മാത്രമേ എനേബിൾ ആവും. പക്ഷെ ഇതിനേക്കാളും നല്ലൊരു ഫീച്ചർ ഉണ്ട്. പക്ഷെ ഇത് ചെയ്താൽ അടുത്തൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിനകത്ത് ഡ്രിൽ ഡൗൺ ഉണ്ടെങ്കിൽ രണ്ട് നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഈ ഡാറ്റ പോയിന്റ് ഇപ്പൊ സെലക്ട് ചെയ്യാൻ പറ്റില്ല, കണ്ടോ? നോർമൽ ഡാറ്റ പോയിന്റ് സെലക്ട് ചെയ്യുമ്പോൾ സെലക്ട് ആവാറില്ലേ? അപ്പൊ അതിവിടെ സെലക്ട് ആവുന്നില്ല, കണ്ടോ? ഇവിടെ എന്താ പറയുന്നത്, അത് പോസിബിൾ അല്ല. ഡ്രിൽ ത്രൂ ഉണ്ടെങ്കിൽ അത് കാണിച്ചിരുന്ന പ്രോസസ് മാത്രമേ ഉള്ളൂ. ഈ ഡാറ്റ പോയിന്റ് എനിക്ക് ഒരിക്കലും സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല, കണ്ടോ? സെലക്ട് ആവുന്നുണ്ടോ? ഇല്ല. ഇല്ല. അതിന് പകരം അടുത്തൊരു ഫീച്ചർ കാണിച്ചു തരാം. ഞാൻ ആ ഫീച്ചർ അവിടെ നിന്ന് ഓഫ് ചെയ്ത് വെച്ചു, ഡ്രിൽ ത്രൂ. ഞാൻ ഈ മൗസ് പോയിന്റർ ഇതിന്റെ മുകളിൽ വെക്കുമ്പോൾ അവിടെ ഒരു ടൂൾ ടിപ്പ് വരുന്ന കാണാൻ പറ്റും. ടൂൾ ടിപ്പിന് താഴെ എന്താ കാണിച്ചിരുന്നത്? ഡ്രിൽ ത്രൂ ഉണ്ട്, വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണിച്ചിരുന്നു 69. ഞാൻ ഈ ഒരു കൺസെപ്റ്റ് ഇവിടെ കാണിച്ചുതരാം. ഇവിടെ എന്താണ് ഡ്രിൽ ഡൗൺ ആക്ഷൻ ഉണ്ടല്ലേ? ഞാൻ ഈ വിഷയിൽ പോയിട്ട് എന്ത് ചെയ്തു, ടാറ്റ ബാർ ഡ്രിൽ ത്രൂ എനേബിൾ ചെയ്തപ്പോൾ എന്ത് ഓഫായി? ഡ്രിൽ ഡൗൺ ഓഫായി. ഡ്രിൽ ഡൗൺ ഓൺ ചെയ്യുമ്പോൾ എന്ത് പോയി? ഡ്രിൽ ത്രൂ ചെയ്യാൻ പറ്റും, പക്ഷെ എങ്ങനെ? റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും, അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല. ഡാറ്റ പോലെ പോസിബിൾ അല്ല. ഏതെങ്കിലും ഒന്നേ അറ്റ് എ ടൈം ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ അടുത്ത ചെയ്ത് നിങ്ങൾ കണ്ടോളൂ, ഞാൻ ഡ്രിൽ ത്രൂ എനേബിളും ചെയ്തു. പക്ഷേ ഡാറ്റ പോയിന്റ് നമ്മൾ മൗസ് പോയിന്റ് എടുക്കുമ്പോൾ അവിടെ കാണിച്ചിട്ട് കണ്ടോ, ഡ്രിൽ ഡൗൺ ആണ്, അതും ചെയ്യാം, ഡ്രിൽ ത്രൂവും ചെയ്യാം. അപ്പൊ ഏതാണ് ബെസ്റ്റ് ഓപ്ഷൻ? ഈ ടൂൾ ടിപ്പില് ഇത് വിസിബിൾ ആയിട്ട് വരുന്നതായിരിക്കും കുറച്ചുകൂടി ബെസ്റ്റ് ഓപ്ഷൻ. രണ്ടും ചെയ്യാം. ഡ്രിൽ ഡൗൺ ചെയ്യണം, എന്ത് ചെയ്യാം, ഡ്രിൽ ഡൗൺ ചെയ്യാം. അത് ഡ്രിൽ ഡൗണിന്റെ ഫീച്ചർ ഇവിടെ ഓൺ ചെയ്യണമെന്ന് പോലും ഇല്ല, ചെയ്യാൻ പറ്റുമെങ്കിൽ എന്ത് ചെയ്യും, അതവിടെ കാണിച്ചു തരും. കണ്ടോ, നോർമലി നമ്മൾ എങ്ങനെ ഡ്രിൽ ഡൗൺ പഠിച്ചത്, ആ ഒരു ഫീച്ചർ ഓൺ ചെയ്താൽ മാത്രമല്ല പഠിച്ചത്. പക്ഷെ ഇവിടെ അതിന്റെ ആവശ്യമില്ല, കണ്ടോ, അല്ലാതെ തന്നെ കാണിച്ചു തരും. ഡ്രിൽ ഡൗൺ വേണമെങ്കിൽ ഡ്രിൽ ഡൗൺ ചെയ്യാം, അതിൽ ഡ്രിൽ ത്രൂ വേണമെങ്കിൽ ഡ്രിൽ ത്രൂ ചെയ്യാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വർക്ക് ആവുന്നുണ്ടോ? ടൂൾ ടിപ്പിൽ ഇത് കാണിച്ചു തരുന്നുണ്ടോ? ഇല്ലല്ലോ. അത് ആർക്കും ഉണ്ടാവില്ല. ഒരു സെറ്റിംഗ്സ് ഓൺ ആക്കി കൊടുത്താൽ മാത്രമേ അത് വർക്ക് ചെയ്യും. ഞാൻ ചെയ്യുന്ന സ്റ്റെപ്സ് എല്ലാവരും എന്ത് ചെയ്യുക, ഇനി പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്യാം. നേരെ ഫയൽ ടാബിലോട്ട് വരുമോ, ഏറ്റവും താഴത്തോട്ട് വരുമ്പോൾ എന്ത് കാണാം? ഓപ്ഷൻസ് ആൻഡ് സെറ്റിംഗ്സ്. അതിൽ ഓപ്ഷൻസ് ചൂസ് ചെയ്യാം. അപ്പോൾ ഒരു ഓപ്ഷൻസ് എന്ന് പറഞ്ഞ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അതിലേക്ക് ഓപ്പൺ ആയിട്ട് വന്നോ.
അതില് പ്രിവ്യൂ ഫീച്ചേഴ്സിലോട്ട് വരിക. പ്രിവ്യൂ ഫീച്ചേഴ്സ്. പ്രിവ്യൂ ഫീച്ചേഴ്സിലോട്ട് വന്നോ? അതിൽ ഏകദേശം ഒരു സെൻട്രലായിട്ട് നിങ്ങൾക്കൊരു മോഡേൺ വിഷ്വൽ ടൂൾ ടിപ്പ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. മോഡേൺ വിഷ്വൽ ടൂൾ ടിപ്സ് അവൈലബിൾ ആണ് എല്ലാവർക്കും. മോഡേൺ വിഷ്വൽ ടൂൾ ടിപ്പ് അത് നിങ്ങൾക്ക് അൺടിക്കായിട്ടായിരിക്കും ഉണ്ടാവുക. ജസ്റ്റ് അതൊന്നും എന്ത് ചെയ്യുക, അവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക. മോഡേൺ വിഷ്വൽ ടൂൾ ടിപ്സ് ടിക്ക് ചെയ്തു എല്ലാവരും. ആ ടിക്ക് ആയിട്ട് എന്ത് ചെയ്യുക, ഓക്കെ പാസ് ചെയ്യുക. നിങ്ങൾ എന്ത് പറയും, പവർ ബി ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ പറയും. ജസ്റ്റ് പവർ ബി സേവ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്തിട്ട് ഒന്നുകൂടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ടൂൾ ടിപ്പില് ഡ്രിൽ ത്രൂവും ഡ്രിൽ ഡൗണും ചെയ്യുന്നതാണെങ്കിൽ അതിന് താഴെ അത് കാണിച്ചു തരും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. ഓൺലൈൻ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞവർ മാത്രം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക കേട്ടോ. ജസ്റ്റ് പവർ ബി ഒന്ന് സേവ് ചെയ്തിട്ട് ക്ലോസ് ചെയ്യുക, ഒന്നുകൂടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫീച്ചർ നിങ്ങൾക്ക് അവിടെ കാണും. ജസ്റ്റ് മൗസ് പോയിന്റർ ആ ഡാറ്റ പോയിന്റ് നമ്മൾ വെച്ചാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യണ്ട. ടൂൾ ടിപ്പ് വരുമ്പോൾ അതിന്റെ താഴെ കാണിച്ചു തരും. ഇവിടെ എനിക്ക് എന്തുകൊണ്ട് ഡ്രിൽ ഡൗൺ കാണിക്കുന്നത്? എന്റെ ഇതിൽ എക്സ് ആക്സിലും കാറ്റഗറിയും പ്രൊഡക്റ്റിന്റെ പേര് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ പ്രൊഡക്റ്റിന്റെ പേര് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വിഷയം എന്ത് ചെയ്യാൻ, ഡ്രിൽ ഡൗൺ ആക്ഷൻ ചെയ്യാൻ പറ്റും. പിന്നെ മുകളിൽ എന്തിന്റെ ആവശ്യമില്ല, ഡ്രിൽ ഡൗണിന്റെ ആ ഒരു ഫിൽറ്റർ ഓൺ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഡ്രിൽ അപ്പ് ചെയ്യാൻ മുകളിൽ പോകേണ്ട ആവശ്യമില്ല. അതിൽ ഏതെങ്കിലും ഒരു ഡാറ്റ പോയിന്റ് നമ്മൾ മൗസ് ഉണ്ടെങ്കിൽ എന്ത് കാണിച്ചാലും ഡ്രിൽ അപ്പ് എന്നുള്ള ഫീച്ചറും കാണിച്ചിട്ട് കണ്ടോ. അതെല്ലാം ഇനി അവിടെ തന്നെ കാണും, ടൂൾ ടിപ്പിന്റെ അകത്ത് തന്നെ ഉണ്ടാവും. മുകളിൽ ഐക്കൺസും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ യൂസറുടെ പെർസ്പെക്റ്റീവ് എപ്പോഴും ബെസ്റ്റ് എന്തായിരിക്കും, ഈ ടൂൾ ടിപ്പിൽ ഈ ഒരു ഫീച്ചർ കൊടുക്കുന്നതായിരിക്കും. ഓൺലൈൻ പ്രോപ്പർ ആയിട്ട് ഈ ഒരു സെറ്റിംഗ്സ് ഇംപ്ലിമെന്റ് ചെയ്ത് മാത്രം ഹാൻഡ് റൈസ് ചെയ്ത് ഓഫ്ലൈനൊക്കെ വർക്ക് ആവുന്നുണ്ടോ? ആഡ് ചെയ്യാൻ പറ്റും. എങ്ങനെ? അതുള്ളതുകൊണ്ട് ആ വിഷയം എന്ത് ചെയ്യാം, ഡ്രിൽ ഡൗൺ കൂടെ ചെയ്യാന്ന് മെഷീൻ പറയാണ്. ചെയ്യാം, വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡ്രിൽ ഡൗൺ കൂടെ ചെയ്യാം. വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഡ്രിൽ ത്രൂവും ചെയ്യാം. എന്തുകൊണ്ടാണ്, ഈ ഒരു ആക്ഷൻ വെച്ചിട്ട് അപ്പുറത്തെ പേജിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതും ചെയ്യാം. അത് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ നേരെ ഡ്രിൽ ത്രൂ എടുത്തിട്ട് ടെക്സ്റ്റൈൽസ് 69,846 ഡ്രിൽ ഡൗൺ 64. അത് മാറില്ല. ഇതുകൊണ്ടോ ഈ പേജിൽ എന്ത് ചെയ്യുന്നുണ്ട്, കീബോർഡ് ഫിൽറ്റർ ഒക്കെ ഓഫ് ആക്കി വെച്ചിട്ടുണ്ട്. ഓൺ ചെയ്തെങ്കിൽ മേ ബി അത് വർക്കായി. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓൺ ചെയ്ത് വെച്ചു, അത് വർക്കായി. ഓൺ ചെയ്ത് വെച്ചാൽ വർക്കാവും. കീബോർഡ് ഫിൽറ്റേഴ്സ് ഓഫ് ചെയ്യുന്നു, വർക്കാവും. എന്തുകൊണ്ട് ആരും മെയിൻ ഫിൽറ്റർ എന്തിന്റെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നത്, കാറ്റഗറീനെ ബേസ് ചെയ്തിട്ട്. ഈ പേജിൽ എന്താ ഉള്ളത്, കാറ്റഗറി മാത്രമേ ഉള്ളൂ. അപ്പൊ കാറ്റഗറിയുടെ അകത്ത് പ്രൊഡക്റ്റിനെ ഫിൽറ്റർ ചെയ്തിട്ടുണ്ട്. അപ്പൊ കീബോർഡ് ഫിൽറ്റേഴ്സ് ഓഫ് ചെയ്ത് വെച്ചത് വർക്കാവില്ല. അതുകൊണ്ടാണ് ഡിഫോൾട്ടായിട്ട് അത് ഓൺ ചെയ്ത് വെക്കാനുള്ള റീസൺ. മെഷീൻ തന്നെ നിങ്ങൾക്ക് അത് ഓൺ ചെയ്ത് വെക്കാനുള്ള റീസൺ അതാണ്. ആൾക്കാർക്ക് അതാണ് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, അത് പോയിട്ട് ഓഫ് ചെയ്ത് വെച്ചാൽ മതി. സർ ഇതിന്റെ കൂടെ ഡ്രിൽ ഡൗണും കൂടി എനേബിൾ ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? അത് ആ വിഷ്വലിനകത്ത് ഡ്രിൽ ഡൗണിന്റെ ഫീച്ചർ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ അത് പോസിബിൾ ആണ്. ഇപ്പൊ ഞാനിവിടെ ഈ വിഷ്വലിൽ ജസ്റ്റ് പ്രൊഡക്റ്റ്
പേരില്ല. അപ്പോൾ ഡ്രിൽ ഡൗൺ ചെയ്യാൻ പറ്റുമോ? ഡ്രിൽ ത്രൂ മാത്രമേ ഇല്ല. പറ്റൂ. ഇനി ആ കാറ്റഗറിയുടെ കൂടെ ഞാൻ പ്രൊഡക്റ്റിന്റെ പേര് കൂടെ ഇവിടെ ആഡ് ചെയ്തു കൊടുക്കും. ഹയറാർക്കിക്കൽ ആയിട്ട് ഉണ്ടെങ്കിൽ ഡ്രിൽ ഡൗൺ ഹയറാർക്കിക്കൽ ആഡ് അപ്ലൈ. ചെയ്യും. ഓക്കെ. സോ എന്തായി, ഈ വിഷയിൽ ഇപ്പം ഡ്രിൽ ഡൗൺ വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ അതിന്റെ കൂടെ അത് ഉണ്ടെങ്കിൽ അത് കാണിച്ചു തരും. ആ ഡാറ്റ പോയിന്റിൽ അത് പറ്റുമെങ്കിൽ അത് അവിടെ കാണിച്ചു തരും. അതാണ് മോഡേൺ വിഷ്വൽ ടൂൾ ടിപ്പിന്റെ കൺസെപ്റ്റ്. ഓക്കെ ആണോ? ആ യെസ്. ഓക്കെ. എല്ലാവരും ചെയ്തു കഴിഞ്ഞല്ലേ? എനിക്ക് സിങ്ക് സ്ലൈസറിന്റെ കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ടോ? സ്ലൈസർ സിങ്ക് ചെയ്യുന്ന പ്രോസസ് കാണിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ. അപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പൊ ഇവിടെ ഒരു 3 പേജ് ക്രിയേറ്റ് ചെയ്തു. 72, 73, 74. ഞാൻ അതിൽ 74ന്റെ അകത്ത് പ്രോഫിറ്റ് ഡിസ്പ്ലേ ചെയ്തു. ഇതേ കാർഡ് തന്നെ ഞാൻ ഇവിടെ പ്ലേസ് ചെയ്തു. 73ലും പ്ലേസ് ചെയ്തു, 72ലും പ്ലേസ് ചെയ്തു. ഓക്കെ. ഇവിടെ ഞാനൊരു സ്ലൈസർ ക്രിയേറ്റ് ചെയ്തു. സ്ലൈസറിൽ ഞാൻ ജസ്റ്റ് നമ്മൾ എപ്പോഴും ക്രിയേറ്റ് ചെയ്യുന്ന ലൊക്കേഷൻ ഡാറ്റയിൽ കൗണ്ട് ആഡ് ചെയ്തു. ഓക്കെ. ഞാൻ ഇവിടെ ലോസ് ഏഞ്ചലസ് കൗണ്ടി സെലക്ട് ചെയ്തു. എന്ത് ചേഞ്ച് ആയി? ഇത് ലോസ് ഏഞ്ചലസ് കൗണ്ടിയുടെ ക്വാണ്ടിറ്റി ആയിട്ട് മാറി. ക്വാണ്ടിറ്റി ആണ് ആക്ച്വലി. ഓക്കെ. പക്ഷെ പേജ് 73ലും 74ലും അതിന്റെ ഫിൽട്ടർ വർക്ക് ആയോ? ഇല്ല. അത് ഇവിടെ മാത്രമേ വർക്ക് ചെയ്യൂ. ആ ഒരു പേജിന്റെ അകത്തുള്ള വിഷ്വൽസിൽ മാത്രമേ വർക്ക് ആവൂ. പക്ഷെ റിപ്പോർട്ടൊക്കെ ബിൽഡ് ചെയ്യുമ്പോൾ റിപ്പോർട്ടിൽ എന്തുണ്ടാവും? മൾട്ടിപ്പിൾ പേജസ് ഉണ്ടാവും. ചിലപ്പോൾ എല്ലാ പേജിലും എന്ത് വെക്കാനുള്ള സ്പേസ് ഉണ്ടാവണമെന്നില്ല. സ്ലൈസർ വെക്കാനുള്ള സ്പേസ് ഉണ്ടാവണമെന്നില്ല. ഫസ്റ്റ് പേജിൽ മാത്രം സ്ലൈസർ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? എല്ലാ പേജിലും അതിന്റെ എഫക്റ്റ് കിട്ടേണ്ടി വരും. അവിടെ അത് കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പൊ അതെങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ള കൺസെപ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുമോ? എങ്ങനെ ചെയ്തെടുക്കാം? അതായത് ഞാൻ ഒരു പേജിൽ കൊടുക്കുന്ന സ്ലൈസറിന്റെ ആക്ഷൻ എനിക്ക് മൾട്ടിപ്പിൾ പേജസിലോട്ട് പാസ് ചെയ്യാൻ പറ്റണം. അതെങ്ങനെ ചെയ്യാം? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി സെൽഫായിട്ട്. ഫങ്ഷൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. ഇൻബിൽട്ട് ഓപ്ഷൻസ് ഉണ്ട്, അത് ചൂസ് ചെയ്താൽ. ഓൺലൈൻ എന്താ ചെയ്യേണ്ടത് ക്ലിയർ ആയോ എല്ലാവർക്കും? ഓൺലൈൻ എന്താ ചെയ്യേണ്ടത് ക്ലിയർ ആയോ? Yes. ഓക്കെ. അതായത് ഞാനിവിടെ പേജ് 72ൽ അപ്ലൈ ചെയ്യുന്ന ഈ ഒരു സ്ലൈസറിന്റെ എഫക്റ്റ് എനിക്ക് 73ലും 74ലും അപ്ലൈ ആയിട്ട് വരണം. ഓൺലൈൻ ചെയ്ത് ഔട്ട്പുട്ട് കിട്ടിയവർ മാത്രം, അല്ലെങ്കിൽ കൺസെപ്റ്റ് മനസ്സിലായവർ മാത്രം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാം കേട്ടോ.
ഫോർമാറ്റ് പേരിലൊന്നും പോയി നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ. എന്തൊരു ഡിഫറെന്റ് കോൺസെപ്റ്റ് ആണ്. അപ്പോൾ അതിന്റെ പേര് ഞാൻ പറഞ്ഞുതരാം. സിംഗിൾ സ്ലൈസസ്. പേര് പ്രേതോ. നിങ്ങൾ എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്തു, യൂട്യൂബോ എന്താണ് ചാറ്റ് ജിപിടിയോ ആരോട് വേണം ചോദിക്കുന്നത് ചോദിച്ചോ. ഓൺലൈൻ 3 പേര് ഇംപ്ലിമെന്റ് ചെയ്തു. അയ്യോ. ഇപ്പൊ പറഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ? ഓൺലൈൻ ബാക്കിയുള്ളവരോ? ശ്രീ, അശ്വതി, നന്ദഗോപാൽ, നിഖിൽ, സന്ദീപ്. ശനിയാഴ്ച ക്ലാസ് ഉണ്ട്. അപ്പോൾ ഫ്രൈഡേ മതി. ശനിയാഴ്ച ക്ലാസ് ഉണ്ട്. ഓക്കെ. ഈ സോറി, ഈ ഫ്രൈഡേയോ? ഈ ഫ്രൈഡേയോ? അതറിയില്ല. നിങ്ങൾക്ക് എക്സാം ആണല്ലേ? സോറി, ഞാൻ മറന്നുപോയല്ലോ. ഫ്രൈഡേ കൗൺസിലറോട് ചോദിച്ചു നോക്കുക. എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. നിങ്ങളുടെ കൗൺസിലർ അല്ലേ? അതുകൊണ്ട് ചോദിച്ചു. ശരിക്കും ഇതിന് അവധി എന്തിനാ? ഇതിന് അവധി എന്തിനാ ശരിക്കും ഒന്ന് പറഞ്ഞ്? ആവശ്യമുണ്ടോ? അവധി എടുക്കാൻ ആവശ്യമുണ്ടോ? എല്ലാവരും വെറുതെ കിടന്നുറങ്ങാനൊക്കെ വേണ്ടിട്ട് യൂസ് ചെയ്യുന്ന ദിവസമാണ് ഫ്രൈഡേ. എക്സാമിന്റെ തലേ ദിവസം ഒന്നും പഠിക്കരുത് കേട്ടോ. നമുക്ക് വളരെ റിലാക്സ് ചെയ്ത് സിനിമ കണ്ടിരിക്കേണ്ട സമയമാണ്. ഏതാ? ഉം. സീരിയസ്നെസ് കൂടുവോ? സീരിയസ്നെസ് കൂടുവോ?
തലേദിവസം എന്തായാലും ഓട്ടോമാറ്റിക് ആ ടെൻഷൻ വരും. എന്തിന്? പഠിക്കാത്തത് കൊണ്ട് ടെൻഷൻ വരും. പഠിച്ചു കഴിഞ്ഞാൽ തലേ ദിവസങ്ങൾ എന്താണ് വളരെ ഇതായിരിക്കും, എന്താ പറയാ, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ അത് പോവും, എല്ലാം നിങ്ങൾ ചെയ്യും. അല്ലെങ്കിൽ എന്താ ആകെ ടെൻഷൻ അടിച്ചിട്ട് അവസാനം ഒന്നും ചെയ്യാൻ പറ്റില്ല, അവിടെ പോകാൻ പറ്റുന്നില്ല, ഇവിടെ പോകാൻ എന്താവും, ഇതാവും. അതിനാണ് ആദ്യമേ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറയുന്നത് കേട്ടോ. ഒരിക്കലും എക്സാം ഹോളിൽ കയറുന്നതിന് മുമ്പ് എന്ത് ചെയ്യരുത്, പഠിച്ചിട്ട് പോകരുത്. നല്ല റിലാക്സ് ആയിട്ട് നിങ്ങൾ കയറി നോക്കിയാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി എല്ലാ കാര്യങ്ങളും എഴുതിയിട്ട് വരും. ഉം. ഞാനൊക്കെ എന്റെ 10ാം ക്ലാസ് എക്സാമിന് പോകുന്ന സമയത്ത് ഉച്ചക്കായിരിക്കും എക്സാം. 10ാം ക്ലാസ്സിലല്ലേ, രാവിലെ നമ്മൾ ക്രിക്കറ്റ് ഫുട്ബോൾ കളിച്ചിട്ടാണ് ഉച്ചക്ക് എക്സാം എഴുതാൻ പോകാറ്. അന്ന് എനിക്കത് കോമഡി സീനായിരുന്നു, ഞാൻ എന്താ ചെയ്തു വെച്ചിരിക്കുന്നത്. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി അത് നല്ല കാര്യമായിരുന്നു, അതുകൊണ്ട് എനിക്ക് നല്ല മാർക്കുണ്ടായി. എല്ലാം നമ്മളെല്ലാവരും നമ്മുടെ ബാച്ചിൽ എല്ലാവരും വീട്ടിൽ പറയും രാവിലെ എക്സാം ആണ്, എന്നിട്ട് എന്ത് ചെയ്യും, രാവിലെ സ്കൂളിൽ പോകും, അല്ലെങ്കിൽ കമ്പൽസറി രാവിലെ സ്കൂളിൽ പോകും. സ്കൂളിൽ നിന്ന് ഇതായിരുന്നു നമ്മുടെ പരിപാടി. അവിടെ എന്താണ് മാങ്ങ പറിക്കാണ്ട് മാങ്ങ പറിക്കാൻ പോകും, അല്ലെങ്കിൽ ക്രിക്കറ്റ് ഫുട്ബോളൊക്കെ കളിച്ചിട്ട് ഇങ്ങനെ വേർത്ത് കുടിച്ചിട്ടാണ് ഞങ്ങൾക്ക് 10ാം ക്ലാസ് എക്സാം എഴുതാൻ പോയത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട് അത്. എക്സാം കഴിഞ്ഞായിരുന്നു ചിന്തിച്ച് ഈശ്വര തോറ്റു പോകുന്നൊരു പേടി വന്നത്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണല്ലോ എക്സാം എഴുതാൻ പോയത്. പക്ഷെ എല്ലാവരും കറക്റ്റായി പ്രിപ്പയർ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോയതുകൊണ്ട് അവരാളും പാസ്സാകും, എല്ലാവർക്കും നല്ല മാർക്കോട് പാസ്സാകാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ തലേ ദിവസത്തിൽ ലീവിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, റിക്വസ്റ്റ് ചെയ്തോ നോക്കിക്കോളൂ, കിട്ടുമായിരിക്കും. പക്ഷെ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തെന്ന് ഞാൻ പറയും. ഇപ്പൊ തലേ നിങ്ങൾക്ക് വല്ല ചെറിയൊരു അസുഖം വല്ലതും വന്നു ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് അതിനു വേണ്ടി ഒന്നും മാറ്റി വെക്കരുത് ഞാൻ പറയും. നെക്സ്റ്റ് വീക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവും. ഒരു 15 ഒക്കെ ആകുമ്പോഴേക്കും ഓൾമോസ്റ്റ് പവർ ബി കംപ്ലീറ്റ് ആവും. അത് കഴിഞ്ഞിട്ട് പ്രൊജക്ടിന്റെ ഡേറ്റ് വേണോ? 15-ന് കഴിഞ്ഞാൽ, അത് ഇൻ കേസ് 14 അല്ലെങ്കിൽ 15-ന് കഴിയുന്നുണ്ടെങ്കിൽ ഒരു 26 ആകുമ്പോൾ പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ചെയ്യാൻ പറ്റില്ല, ഒന്നരാഴ്ച സമയം ഉണ്ടാവും. ഒരാഴ്ച, ഒന്നരാഴ്ച. ഇപ്പൊ ഡേറ്റ് ഇപ്പോഴേ ഫോക്കസ് ചെയ്ത് വെച്ചു. നവംബർ 26-ന് പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവില്ല, എല്ലാവരും എവിടെയും പോകുന്നില്ലല്ലോ, ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നില്ലേ. ഇപ്പൊ ഈ 26-ന് എല്ലാവരും ഓൺലൈൻ ഓഫ്ലൈനും പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യേണ്ടവർ. ചോദിച്ചത് നന്നായി, ഞാൻ മറന്നുപോയ കാര്യം. ഓക്കെ. ഇല്ല, അല്ലെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന എപ്പോഴായിരിക്കും, അടുത്ത ആഴ്ച ആയിരിക്കും. ഇപ്പോൾ ഒരാഴ്ച കിട്ടിയില്ല ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലും 26 ആയിരിക്കും, അതിന് മാറാനൊന്നും പോകുന്നില്ല. ചിലപ്പോൾ 25 വന്നിട്ട് 26-ന് പോകണമെന്നിന്റെ കാര്യം. നേരത്തെ ചോദിച്ചോണ്ട് നിങ്ങൾക്ക് അത്രയും അഡ്വാൻറ്റേജ് കിട്ടി. ഓക്കെ. ഇപ്പൊ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയില്ല. എങ്ങനെ ചെയ്ത്? സിംഗിൾ സ്ലൈസർ എന്ന കൺസെപ്റ്റ് ആയിരിക്കും. അപ്പൊ സ്ലൈസർ സിങ്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം, അതിന് പുതിയൊരു പെയിൻ തന്നെ കോൾ ചെയ്യണം. നമ്മൾ ഇതുവരെ ഏതൊക്കെ പെയിൻ യൂസ് ചെയ്തിട്ടുള്ളൂ? ഡാറ്റ, ബിൽഡ്, ഫോർമാറ്റ്, ഫിൽറ്റേഴ്സ്. പക്ഷെ ഇവിടെ പുതിയൊരു പെയിന്റ് ആവശ്യം വന്നതാണ് സിംഗിൾ സ്ലൈസർ. ഇത് ഡിഫോൾട്ട് ആയിട്ട് പവർ ബിയിൽ അത് ഉണ്ടാവില്ല. എന്തെങ്കിലും വരും, അവിടെ താഴെ കസ്റ്റമൈസ് ഒരു പ്ലസ് ഐക്കൺ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യേണ്ടി വരും, അതിന് കോൾ ചെയ്യേണ്ടി വരും. ക്ലിക്ക് ചെയ്ത് താഴത്തോട്ട് വരുമ്പോൾ ഒരുപാട് പെയിൻസ് കാണുന്നുണ്ടോ, ആഡ് ഓർ റിമൂവ് പെയിൻസ്. ഇപ്പൊ ഡാറ്റ പെയിൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ ഓഫ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അതിൽ ഒരുപാട് പെയിൻ കാണാം, അതിൽ ഏതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. സിംഗിൾ സ്ലൈസർ, അത് ജസ്റ്റ് അവിടെ ഓൺ ചെയ്ത് കൊടുക്കുക. ഓൾറെഡി ഉണ്ടായിരുന്നോ? ഏതാ എനേബിൾ ആയിരുന്നോ? ഓക്കെ. അത് ചില സിസ്റ്റത്തിൽ ഉണ്ടാവാറില്ല. അപ്പൊ ഇല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണ് അതിന് എനേബിൾ ചെയ്യുന്നത്. കസ്റ്റമൈസിൽ വന്നിട്ട് അവിടെ കാണാൻ പറ്റും ആഡ് ഓർ റിമൂവ് പെയിൻസ്. ഓക്കെ. അതെന്ത് ചെയ്യാം, സിംഗിൾ സ്ലൈസേഴ്സ് ചൂസ് ചെയ്യാം. ഏത് സ്ലൈസറാണോ സിങ്ക് ചെയ്യുന്നത് ആ സ്ലൈസർ സെലക്ട് ചെയ്യാം. അപ്പൊ അവിടെ കാണിച്ചിരുന്നത് ആ സ്ലൈസർ, അതായത് കൗണ്ടിനെ ബേസ്ഡ് സ്ലൈസർ ഏതൊക്കെ പേജസിൽ ഉണ്ടെന്ന് കാണിച്ചു തരും. കണ്ടോ? അപ്പൊ പേജ് 9, 12, 15, 44, 47 അങ്ങനെ ഒരുപാട് പേജിൽ എന്തുണ്ട്, ഈ ഒരു സ്ലൈസർ ഉണ്ട്. പക്ഷെ എനിക്ക് ഏത് പേജിലെ സ്ലൈസറാണ് ബാക്കിയുള്ള പേജിലോട്ട് എഫക്ട് ചെയ്യുന്നത്, ഏതാണ്? 72. അപ്പൊ ഫസ്റ്റ് എന്ത് ചെയ്യണം, അത് ആ ഒരു പേജിലോട്ട് സിങ്ക് ചെയ്യണം. ഓൾറെഡി സിങ്ക്ഡ് ആയിരിക്കും, പക്ഷെ എന്ത് ചെയ്യണം, ഒന്നുകൂടെ നമ്മൾ സിങ്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് മാത്രം എന്ത് ചെയ്യുക, ബാക്കിയുള്ള പേജസിലോട്ട് 73-യും 74. ഇപ്പോൾ ഡിഫോൾട്ട് ആയിട്ട് സിങ്ക് ചെയ്യുമ്പോൾ എന്താവും, വിസിബിലിറ്റിയും ഓൺ ആവും. മീൻസ് ഇപ്പൊ 73-ൽ വന്നാൽ അവിടെ സ്ലൈസർ സിങ്ക് ആയിട്ടുണ്ടാവും, വിസിബിൾ ആയിട്ടും ഉണ്ടാവും. ഇപ്പൊ എന്ത് ചെയ്യാം, താഴെ വന്നിട്ട് ആ വിസിബിലിറ്റി അവിടെ ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരു പേജിൽ മാത്രം വിസിബിൾ ആയാൽ മതി, ബാക്കിയുള്ള പേജസിൽ അത് എഫക്ഷൻ വന്നാൽ മതി.
എന്ത് ചെയ്യാം? ഇനി ഞാനിവിടെ ലോസ് ഇൻ കൗണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 73-ലും 74-ലും അതിന്റെ എഫക്ട് കാണാൻ പറ്റും. എവിടൊക്കെ മാത്രം? 73-ലെയും 74-ലും മാത്രം. അത് എവിടുത്തെ സ്ലൈസർ ആക്റ്റീവ് ചെയ്താൽ മാത്രം? 72-ലുള്ള സ്ലൈസർ ആക്റ്റീവ് ചെയ്താൽ മാത്രം. വേറെയും കുറെ പേജിലുണ്ടല്ലോ, ആ സ്ലൈസർ ഒരിക്കലും അതിലോട്ട് പോയില്ല. അപ്പോൾ ആ ഒരു സ്പെസിഫിക് സ്ലൈസർ തന്നെ എന്ത് ചെയ്യണം? സിങ്ക് ചെയ്ത് കൊടുക്കണം. അതിന് യൂസ് ചെയ്യുന്ന പെയിൻ ആണ് സിങ്ക് സ്ലൈസേഴ്സ്. സിങ്കും ചെയ്യാം, അതിന്റെ വിസിബിലിറ്റി നമുക്ക് അവിടെ വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാം. ഓൺലൈൻ എല്ലാവരും ഇതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. യെസ് സർ. ഓക്കെ. ഇതുപോലെ അടുത്തൊരു പുതിയ കൺസെപ്റ്റ് ആണ് പഠിക്കാൻ പോകുന്നത്, ബുക്ക് മാർക്ക് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ബുക്ക് മാർക്ക് നിങ്ങൾ ഇതിനു മുമ്പും ബുക്ക് മാർക്ക് കേട്ടിട്ടുണ്ടാവും. എന്താണ് ബുക്ക് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്തിനാണ് ബുക്ക് മാർക്ക് യൂസ് ചെയ്യുന്ന ആർക്കെങ്കിലും പറയാമോ? ഈ ഒരു ടേം നിങ്ങൾ ഇതിനു മുമ്പ് പെട്ടെന്ന് കേട്ടിട്ടുണ്ടാവും. പെട്ടെന്ന് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്തേക്കുന്നു. പെട്ടെന്ന് റെഫർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. എന്ത് റെഫർ ചെയ്യാൻ? നിങ്ങൾ എവിടെ ബുക്ക് മാർക്കിന്റെ ഇപ്പൊ കൺസെപ്റ്റ് എവിടെയാ കേട്ടെ? ഗൂഗിളിലൊക്കെ ടാബില് ബുക്ക് മാർക്സ്. നിങ്ങൾ കൂടുതൽ കേട്ടത് ഓരോ വെബ്സൈറ്റ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു കൺസെപ്റ്റ് കേട്ടിട്ടുണ്ടാവും. ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യും, ലുമിനാറിന്റെ വെബ്സൈറ്റിലോട്ട് വന്നു. ഇവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ബുക്ക് മാർക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇതിന്റെ ബുക്ക് മാർക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ സ്റ്റാർ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എന്ത് പറയും? ഓക്കെ, ക്രിയേറ്റ് ചെയ്തു. ഒരു ബുക്ക് മാർക്കായി. ഇപ്പൊ ഈ ഒരു ബുക്ക് മാർക്കിനകത്ത് ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് നേരെ എങ്ങോട്ടോ വരാൻ പറ്റുമോ? ഇതിന്റെ ഹോം പേജിലോട്ടായിരിക്കും എനിക്ക് വരാൻ പറ്റുമോ? പക്ഷെ എനിക്ക് വേണ്ടത് പ്ലേസ്മെന്റിലോട്ട് പോകാൻ പറ്റണം. ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പ്ലേസ്മെന്റ് സെലക്ട് ചെയ്തിട്ട് ആ പ്ലേസ്മെന്റിന്റെ ആ ഒരു സ്റ്റേറ്റ് എന്ത് ചെയ്യേണ്ടി വരും? അതിന് സെപ്പറേറ്റ് ബുക്ക് മാർക്ക് സെറ്റ് ചെയ്യേണ്ടി വരും. ഇനി എനിക്ക് കോഴ്സ് ഡീറ്റെയിൽസ് അറിയണം. ഇപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? കോഴ്സ് സെലക്ട് ചെയ്തിട്ട് അതിന്റെ ഒരു ബുക്ക് മാർക്ക് സെറ്റ് ചെയ്ത് നോക്കേണ്ടി വരും. ഇനി ഇവിടെ വന്നിട്ട് ജസ്റ്റ് എനിക്ക് റോബോട്ടിക്സ് വിത്ത് AI ആൻഡ് IoT ട്രെയിനിങ്ങിന്റെ ഡീറ്റെയിൽസ് അറിയണം. അപ്പൊ അത് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യേണ്ടി വരും? അതിന്റെ ഒരു ബുക്ക് മാർക്ക് ഞാൻ എന്ത് വരും? അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഒരു പേജിന് തന്നെ എത്ര ബുക്ക് മാർക്കായി? ഇവിടെ 4 ബുക്ക് മാർക്കായി. ഒന്ന് ഹോം പേജ്, പ്ലേസ്മെന്റ്, കോഴ്സസ്, അതിലൊരു സ്പെസിഫിക് കോഴ്സ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ബുക്ക് മാർക്ക്, ഓക്കെ, ഇവിടെ കണ്ടോ? ഇത്രയും ബുക്ക് മാർക്ക് കാണാൻ പറ്റും. ഞാൻ ഇത് ക്ലിക്ക് ചെയ്ത് എങ്ങോട്ടാ പോകുന്നത്? ഹോം പേജിലോട്ട്. ഇത് ക്ലിക്ക് ചെയ്താലോ പ്ലേസ്മെന്റ് പേജിലോട്ട്. ഇത് ക്ലിക്ക് ചെയ്താലോ കോഴ്സസിന്റെ പേജിലോട്ട്. ഇത് ക്ലിക്ക് ചെയ്താലോ ആ റോബോട്ടിക്സിന്റെ ഡീറ്റെയിൽസ് കാണുന്ന പേജിലോട്ട്. ക്ലിയർ ആയോ? അതായത് ഒരു വെബ്സൈറ്റിന് എന്ത് ചെയ്തു? 4 ബുക്ക് മാർക്കിനോട് സെറ്റ് ചെയ്ത് വെച്ചു. ഇതിനാണ് ബുക്ക് മാർക്ക് എന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യാം. ഷോർട്ട് കട്ട് തന്നെ ആ ഒരു സ്പെസിഫിക് സ്റ്റേറ്റിലോട്ട് നമുക്ക് എത്താനുള്ള ഷോർട്ട് കട്ട് എന്ത് കോൾ ചെയ്യുക? ബുക്ക് മാർക്ക് എന്ന് കോൾ ചെയ്യുക. അപ്പം ഈ ഒരു സിംഗിൾ വെബ്സൈറ്റിന് തന്നെ എന്ത് ചെയ്തു? 4 ഡിഫറെന്റ് സ്റ്റേറ്റിന്റെ ബുക്ക് മാർക്ക് അവിടെ സെറ്റ് ചെയ്ത് വെച്ചു. അപ്പൊ പെട്ടെന്ന് റോബോട്ടിക്സിന്റെ ഡീറ്റെയിൽസ് അറിയുന്ന ഒരാൾക്ക് എന്ത് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി? ഈ ഒരു ബുക്ക് മാർക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി അല്ലേ? ഇനി ഇവിടെയുള്ള എല്ലാ കോഴ്സിന്റെ ഡീറ്റെയിൽസ് അറിയാൻ പെട്ടെന്ന് ഒരാളെ ചോദിക്കണം, എന്ത് ചെയ്താൽ മതി? അവർക്ക് ഈ ഒരു ബുക്ക് മാർക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. ഹോം പേജ് അയച്ചു കൊടുത്തിട്ട് കാര്യമുണ്ടോ? അവർ ഹോം പേജ് നോക്കിയിട്ട് എന്ത് ചെയ്യും? അവർ ചിലപ്പോൾ അതിൽ കാണാതെ ലീവ് ചെയ്യും. അപ്പോൾ കറക്റ്റ് സാധനം നമ്മൾ എന്ത് വരും? അവർക്ക് ഇൻഫോം ചെയ്ത് കൊടുക്കേണ്ടി വരും. അതിന് നമ്മൾ ആര് യൂസ് ചെയ്യുക? ബുക്ക് മാർക്ക് എന്ന കൺസെപ്റ്റ് നോർമൽ കേസിൽ യൂസ് ചെയ്യുന്നത്. ഇൻ പവർ ബിയുടെ കേസിൽ വരുമ്പോൾ ഇവിടെ വെബ്സൈറ്റ് ഒക്കെ ഉണ്ടോ? ഇല്ല. ഇവിടെ എന്താ വരുന്നത്? റിപ്പോർട്ട് പേജ്. അപ്പോൾ ഒരു റിപ്പോർട്ട് പേജിന്റെ ഡിഫറെന്റ് സ്റ്റേറ്റ്, അതിന്റെ ഒരു മെമ്മറി സേവ് ചെയ്ത് വെക്കാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ബുക്ക് മാർക്ക് എന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യുക. അതായത് ഈ ഒരു പേജ് 75ന്റെ ഡിഫറെന്റ് സ്റ്റേറ്റ് ഉണ്ടാവും. എന്താണ് സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞുതരാം. അത് സ്റ്റോർ ചെയ്ത് വെക്കാൻ നമ്മൾ ആര് യൂസ് ചെയ്യുക? ബുക്ക് മാർക്ക് എന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യാം. എന്താണ് സ്റ്റേറ്റ് എന്നുള്ള കൺസെപ്റ്റ് കാണിച്ചു തരാം. അവിടെ എന്ത് ചെയ്തു? ഒരു കോളം ചാർട്ട് ക്രിയേറ്റ് ചെയ്തു. കോളം ചാർട്ടിന്റെ എക്സ് ആക്സിലോട്ട് ഞാൻ കാറ്റഗറി, Y ആക്സിലോട്ട് പ്രോഫിറ്റ് ആഡ് ചെയ്തു. ഓക്കെ. ഇനി ഇവിടെ ഞാനൊരു പൈ ചാർട്ട് ബിൽഡ് ചെയ്തു. പൈ ചാർട്ടിന്റെ വാല്യൂസിലോട്ട് ടോട്ടൽ സെയിൽസും, ലെജൻഡിലോട്ട് ഞാൻ ഡേറ്റ് ടേബിൾ, ഡേറ്റ് ഹയറാർക്കി, ഇയർ ആഡ് ചെയ്തു. ഇനി ഇവിടെ ഒരു കാർഡ് വിഷൽ ക്രിയേറ്റ് ചെയ്തു. കാർഡ് വിഷലോട്ട് ഞാൻ ജസ്റ്റ്
പ്രോഫിറ്റ് ആഡ് ചെയ്തു. എന്നിവിടെ വീണ്ടും അടുത്തൊരു കാർഡ് വിഷ്വൽ ക്രിയേറ്റ് ചെയ്തു. അതിലൂടെ ജസ്റ്റ് പ്രോഫിറ്റ് മാർജിൻ ആഡ് ചെയ്തു. ഇനി ഇവിടെ ഒരു സ്ലൈസർ ക്രിയേറ്റ് ചെയ്തു. സ്ലൈസറിലോട്ട് ഞാൻ ലൊക്കേഷൻ ഡാറ്റയിൽ കൗണ്ട് ആഡ് ചെയ്യും. ഇനി ഇതിലോട്ട് ഡ്രിൽ ത്രൂടെ ഫീച്ചർ ഡ്രിൽ ഡൗണിന്റെ ഫീച്ചർ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഡക്റ്റ് നെയിം കൂടെ ആഡ് ചെയ്തു കേട്ടോ. അത് അപ്ലൈ ചെയ്തു. ഓക്കെ, ഇത്രയും എല്ലാവർക്കും പറയുന്ന കാര്യങ്ങളല്ലേ? ഓക്കെ, ഈ ഒരു 75 എന്ന് പറഞ്ഞ റിപ്പോർട്ട് പേജിന്റെ ഡിഫറെന്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ കാണുന്നത് എന്താണ്? ഒരു ഫിൽറ്റേഴ്സോ കാര്യങ്ങളോ ഒന്നും അപ്ലൈ ചെയ്യാത്ത നോർമൽ സ്റ്റേറ്റ്. എന്താണ് ഇതിന്റെ ഒരു സ്റ്റേറ്റ് ആണ്, മീൻസ് ഇതിന്റെ ഒരു അവസ്ഥ. ഞാൻ ഇവിടെ എന്ത് ചെയ്തു? ലോസ്ലെസ് കൗണ്ട് സെലക്ട് ചെയ്തു. ഇതാണ് ഈ ഫിൽറ്റർ അപ്ലൈ ചെയ്തുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ് ആണിത്. എന്നൊന്ന് ഡീആക്റ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് ആ വ്യൂ കാണാൻ പറ്റുമോ? ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിവിടെ എന്ത് ചെയ്തു? ടെക്സ്റ്റൈൽസിനെ ഡ്രിൽ ഡൗൺ ചെയ്തു. ഇവിടെ ഇത് ക്ലിക്ക് ചെയ്തു. ഇവിടെ പോയിട്ട് ഒരു സിംഗിൾ ഡാറ്റ പോയിന്റ് സെലക്ട് ചെയ്തു. ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് ഞാൻ പോയിട്ട് ഇതെല്ലാം ഡീആക്റ്റീവ് ചെയ്തു. എനിക്ക് അതേ സ്റ്റേറ്റ് കിട്ടണം. പെട്ടെന്ന് പറഞ്ഞാൽ പോസിബിൾ ആണോ? ഇതൊക്കെ ഒന്നുകൂടെ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? ഒന്നുകൂടെ ചെയ്യേണ്ടി വരും. അതിന് പകരം എന്ത് ചെയ്താൽ മതി? ആ സ്റ്റേറ്റിന്റെ ഒരു മെമ്മറി സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ളപ്പോൾ എന്ത് ചെയ്താൽ മതി? ആ മെമ്മറിയെ റീകോൾ ചെയ്താൽ മതി. ക്ലിയർ ആയോ? അപ്പൊ അതിനാണ് നമ്മൾ ഇവിടെ എന്ത് യൂസ് ചെയ്യുക? ബുക്ക് മാർക്ക് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് പവർ ബിയുടെ യൂസ് ചെയ്തത്. എന്ത് ചെയ്തു? നേരത്തെ ചെയ്ത പോലെ തന്നെ എനിക്ക് ഈ ഒരു സ്റ്റേറ്റിന്റെ മെമ്മറി ഫസ്റ്റ് എന്ത് ചെയ്യണം? സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പൊ ബുക്ക് മാർക്ക് സേവ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ ആരെ കോൾ ചെയ്യണം? ബുക്ക് മാർക്കിന് വേണ്ടിയിട്ട് ഒരു പെയിൻ ഉണ്ട്. ആ പെയിനെ കോൾ ചെയ്യണം. അപ്പൊ പെയിൻ നമ്മൾ എവിടുന്ന കോൾ ചെയ്യുക? ഏറ്റവും റൈറ്റ് മോസ്റ്റ് സൈഡിൽ കാണാൻ പറ്റും. ഇപ്പൊ എല്ലാവർക്കും റൈറ്റ് മോസ്റ്റ് സൈഡിൽ എത്ര ഐക്കൺസ് ഉള്ളത്? 4 ഐക്കൺസ് ഉണ്ടാവും. 4 ഉള്ളത് എല്ലാവർക്കും. 5ാമതൊരു ഐക്കൺ അവിടെ ഉണ്ടോ? ഇല്ല. അപ്പൊ അവിടെ എന്ത് വേണം? ബുക്ക് മാർക്ക് എന്ന് പറഞ്ഞ പെയിൻ വേണം. അപ്പൊ എനിക്കിവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ബുക്ക് മാർക്ക് പെയിൻ. നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടോ? അപ്പൊ എവിടെയെങ്കിലും എന്താ ചെയ്യുക? ആ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. താഴെ വന്നിട്ട് എന്ത് ചെയ്യുക? ബുക്ക് മാർക്ക് ഐക്കൺ അവിടെ ഓൺ ചെയ്തിടുക. ഓക്കെ, അതിനുശേഷം ബുക്ക് മാർക്ക് സെലക്ട് ചെയ്യുക. അപ്പൊ ആ പെയിൻ അവിടെ വരും, കണ്ടോ? അപ്പൊ അവിടെ വല്ല ബുക്ക് മാർക്ക് നമ്മൾ ഇതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അവിടെ എന്ത് ബട്ടൺ കാണാൻ പറ്റും? ആഡ്. ഇപ്പൊ ഇവിടെ ക്രിയേറ്റ് ചെയ്ത ബുക്ക് മാർക്ക് എന്തായിരിക്കും? ഈ ഒരു സ്റ്റേറ്റിന്റെ ബുക്ക് മാർക്ക് ആയിരിക്കും. അതിന്റെ പേര് ഞാൻ ജസ്റ്റ് ചേഞ്ച് ചെയ്തിട്ട് നോർമൽ എന്ന് പാസ് ചെയ്തു. നോർമൽ. ഇനി ഞാൻ അവിടെ എന്ത് ചെയ്തു? ഈ വിഷ്വലില് ഒരു ഡ്രിൽ ഡൗണും അപ്ലൈ ചെയ്തു. ഇവിടുന്ന് എന്ത് ചെയ്തു? ഒരു ഇന്ററാക്ഷനും പാസ് ചെയ്തു. ഡാറ്റ പോയിന്റ് സെലക്ട് ചെയ്യുമ്പോൾ ഇന്ററാക്ഷൻ പോകും. ഇന്ററാക്ഷനും പാസ് ചെയ്തു. ഇവിടെ എന്ത് ചെയ്തു? ലോസ്ലെസ് കൗണ്ട് സെലക്ട് ചെയ്തു. ഇത്രയും കാര്യങ്ങൾ ചെയ്തു വെച്ചു. ഇതിന്റെ ഒരു മെമ്മറി എനിക്ക് എന്ത് ചെയ്യണം? സേവ് ചെയ്ത് വെക്കണം. എന്ത് ചെയ്യാം? ആഡില് ബുക്ക് മാർക്കിൽ എന്ത് ചെയ്തു? ഓൾ ഫിൽറ്റേഴ്സ് പാസ് ചെയ്തു. അതായത് എല്ലാ ഫിൽറ്റേഴ്സും ഒരുമിച്ച് അപ്ലൈ ചെയ്തിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ഓക്കെ, ഇനി നോർമൽ സെലക്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും? നോർമലും ഇത് സെലക്ട് ചെയ്യുമ്പോൾ എല്ലാം ഒരുമിച്ച് അപ്ലൈ ചെയ്തു. രണ്ട് സെപ്പറേറ്റ്ലി കാണാം. പക്ഷെ ആസ് എ ഡെവലപ്പർ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുന്ന് ഇതിനെ മാറ്റി മാറ്റി നോക്കാം. പക്ഷെ യൂസർക്ക് ഇത് ചെയ്യാൻ പറ്റുമോ? പക്ഷെ യൂസർക്കാണ് ഇതിന്റെ ആവശ്യം വരുക. ഇതെല്ലാം അപ്ലൈ ചെയ്ത സിറ്റുവേഷനും അപ്ലൈ ചെയ്ത സിറ്റുവേഷനും കാണേണ്ടി വരുമോ? എന്താണ് യൂസർക്ക് ഈ ബുക്ക് മാർക്കിന് ഇനി കോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യുക ബട്ടൺസിന്റെ കൺസെപ്റ്റ് ആണ്. ഇൻസൈഡിൽ വന്നിട്ട് എന്ത് അപ്ലൈ ചെയ്യാം? ബട്ടൺസിൽ ഏത് ബട്ടൺ വേണം ചൂസ് ചെയ്യാം. പക്ഷെ അതിന് വേണ്ടിയിട്ട് മാത്രം ഒരാളുണ്ട്. എന്താണ്? ബുക്ക് മാർക്ക്. ബുക്ക് മാർക്ക് സെലക്ട് ചെയ്തു. ഇത് സെലക്ട് ചെയ്യുമ്പോൾ കിട്ടിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിഫോൾട്ട് ആയിട്ട് അതിന്റെ ആക്ഷൻ എന്തായിരിക്കും? ബുക്ക് മാർക്ക് ആയിരിക്കും. നിങ്ങളോട് ചോദിക്കും ഏത് ബുക്ക് മാർക്കാണ് ഇതിലോട്ട് അപ്ലൈ ചെയ്യുന്നത്. ഒരു ബട്ടണിലോട്ട് അറ്റ് എ ടൈം എന്ത് ചെയ്യാൻ പറ്റൂ? ഒരു ബുക്ക് മാർക്ക് ആഡ് ചെയ്യാം. ഞാൻ എന്ത് ചൂസ് ചെയ്തു? നോർമൽ. ഉള്ളപ്പോ എത്ര ആൾക്കാരുണ്ട്? 2 ബുക്ക് മാർക്ക് ഉണ്ട്. അപ്പൊ എത്ര ബട്ടൺസ് കൊണ്ടുവരും? 2 ബട്ടൺസ്. അടുത്തൊരു ബുക്ക് മാർക്കിന് കൂടെ ആഡ് ചെയ്തു. ഇതിലോട്ട് എന്താ ആഡ് ചെയ്ത് കൊണ്ടുവരും? ഓൾ ഫിൽറ്റേഴ്സ്. ഇനി കൺട്രോൾ പ്രസ് ചെയ്ത് ഫസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തായി? നോർമൽ ആയി. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ മറ്റേ മെമ്മറി കേട്ടോ. അപ്പൊ യൂസർക്ക് എന്ത് ചെയ്യാം? ഈ രീതിയിൽ അതിനെ കോൾ ചെയ്യാം. അപ്പൊ ബുക്ക് മാർക്ക് ക്രിയേറ്റ് ചെയ്യാൻ ബുക്ക് മാർക്ക് പെയിനും ആ ക്രിയേറ്റ് ചെയ്ത ബുക്ക് മാർക്കിനെ യൂസ് ചെയ്യാൻ ബുക്ക് മാർക്ക് ബട്ടണും ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? യൂസ് ചെയ്യാം. ക്ലിയർ ആയോ? ഓൺലൈൻ ബുക്ക് മാർക്കിന്റെ കൺസെപ്റ്റ് ക്ലിയർ ആയോ? യൂസർക്ക് മാർക്കായിട്ട് ചെയ്യുന്നത് ഏത്? നമ്മൾ ചെയ്യുന്നത് ഇത് നമ്മളാണ് സേവ് ചെയ്ത് കൊടുക്കുക. ഇത് യൂസർ അത് യൂസ് ചെയ്യുന്ന കൺസെപ്റ്റ് ആണ്. യൂസർക്ക് പറ്റില്ല.
വെബ്സൈറ്റിൽ ചെയ്യുന്ന ആ ഒരു കൺസെപ്റ്റ് അല്ല ഇവിടെ. ഇവിടെ നമ്മൾ തന്നെ എന്ത് യൂസർ റിക്വയർമെന്റ് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കുക. യൂസർക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാം. ചിലപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് യൂസർക്ക് വളരെ ആവശ്യമുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അപ്പൊ എല്ലാവരും യൂസർക്ക് പോയി ഫിൽട്ടർ ചെയ്ത് അപ്ലൈ ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി, ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞാൽ മതി. അപ്പൊ യൂസർക്ക് ആ ഒരു വ്യൂ എപ്പോഴും അവൈലബിൾ ആയിക്കൊണ്ടിരിക്കും. ഇതിന്റെ റിയൽ ആപ്ലിക്കേഷൻ കൂടെ ഞാൻ ചെയ്തിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാം, ആപ്ലിക്കേഷനിലോട്ട് മൂവ് ചെയ്യാം. എല്ലാവർക്കും ഓക്കെ ആണ് അങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ലത്? ഓൺലൈൻ ക്ലിയർ ആണ് എല്ലാവർക്കും? Yes, sir. ഓക്കെ. അപ്പോൾ പ്രോപ്പർ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞവർ മാത്രം ഹാൻഡ് റൈസ് ചെയ്യാം. ആർക്കെങ്കിലും സ്റ്റെപ്സ് എവിടെയെങ്കിലും മനസ്സിലാകാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ക്ലാസ് ഇല്ലാന്ന് വെച്ചിട്ട് ഞാൻ നേരത്തെ ഒരു ഹോസ്പിറ്റൽ അപ്പോയിന്റ്മെന്റ് സാനിറ്ററി ക്ലാസ് കയറാൻ പറ്റില്ലേ? ഓൺലൈൻ പ്രോപ്പർ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്തൊന്ന് ഹാൻഡ് റൈസ് ചെയ്യാട്ടോ. ട്രൈ ചെയ്ത് കഴിഞ്ഞ എല്ലാവരും
ബാക്കിയുള്ള ചെയ്ത് കഴിഞ്ഞോ? കോഴ്സ് ഡിസംബർ ഒക്കെ ആകുമ്പോഴേക്കും കംപ്ലീറ്റ് ആവില്ലേ? ഡിസംബറിനുള്ളിൽ എല്ലാവരും പ്ലേസ്ഡ് ആവാൻ മാക്സിമം ട്രൈ ചെയ്യട്ടോ. വർഷം കഴിഞ്ഞ് വളരെ കുറച്ച്. അതെ, 2 മാസം കൂടെ ഇല്ല, കഷ്ടിച്ച് 2 മാസം. പുതിയ വർഷം തുടങ്ങുമ്പോഴേക്കും എന്ത് ചെയ്യുക, ഒരു ജോലി അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പുതിയ വർഷം സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യട്ടോ. 2025 എന്റെ ഏറ്റവും നല്ലൊരു വർഷമാണെന്ന് പറയാനുള്ള രീതിയിൽ കാര്യങ്ങൾ മാറ്റിയെടുക്കുമല്ലോ. 2026 ആരും വെയിറ്റ് ചെയ്യണ്ട കേട്ടോ. ഒരുപാട് പേര് അങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. വെയിറ്റ് ചെയ്തിട്ട് വല്ല കാര്യം. എങ്ങനെ എവിടെ പ്ലേസ്മെന്റ് സപ്പോർട്ട് ഉണ്ടാവും? നിങ്ങൾ എങ്ങോട്ട് ചോയ്സ് വരുവാണെങ്കിൽ സപ്പോർട്ട് ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾ ഇവിടുന്ന് കോഴ്സ് കഴിഞ്ഞിട്ട് പോയി ആദ്യത്തെ ഒരു 2-3 മാസം നിങ്ങൾ എന്താണ് പ്ലേസ്മെന്റ് ഒന്നും നോക്കുന്നില്ല എന്നായിരിക്കും. പിന്നീട് നിങ്ങൾക്ക് പ്ലേസ്മെന്റ് ആവശ്യമുള്ള സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഇൻഫോം ചെയ്യുക. നമുക്ക് നിങ്ങളെ തേടി വരുന്നതിനേക്കാൾ നല്ല എളുപ്പമാണ് നിങ്ങൾക്ക് നമ്മളെ തേടി വരുമെന്നുള്ളത്, അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ആവശ്യക്കാർ നിങ്ങളാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, അത് നിങ്ങൾ ചോദിച്ച് വാങ്ങാൻ പഠിക്കണം. അത്ര അത് നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറയാം. ആവശ്യം നിങ്ങളുടെതാണ്. അപ്പൊ ചോദിച്ച് വാങ്ങാന്നുള്ളതും നിങ്ങളുടെ കഴിവാണ്. ചോദിച്ച് വാങ്ങണം, ഞാൻ അത്രേ പറയും. പക്ഷെ കരയുന്ന കുട്ടിക്ക് പാലില്ലോ എന്ന് പറയുന്ന അവസ്ഥയാണ്. ആർക്കാണോ ആവശ്യം അവർ ചോദിച്ചു വന്നു കഴിഞ്ഞാൽ അവർക്കത് കിട്ടും. അല്ലാതെ അവസാനം അവിടെ ഇവിടെയും പോയിട്ട് അത് കിട്ടുന്നില്ല ഇവിടെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാല് നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. ഉം. ഇപ്പൊ റീസെന്റ് ഒരു കുട്ടി എനിക്ക് പ്ലേസ്മെന്റ് ഒക്കെ കിട്ടിയിട്ട് മെസ്സേജ് അയച്ചു. പ്ലേസ്മെന്റ് ഒക്കെ കിട്ടിയിട്ട് മെസ്സേജ് ഒക്കെ അയച്ചു. എന്നിട്ട് ഞാൻ ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ പറയുമ്പോൾ ആള് ഒരുപാട് പ്രോബ്ലംസ് എന്നോട് പറഞ്ഞു തുടങ്ങി. അതായത് ഞാൻ ആ ഒരു കാര്യം അവിടെ എൻക്വയറി ചെയ്തു, എനിക്ക് അതിന്റെ റെസ്പോൺസ് കിട്ടിയില്ല, അതെങ്ങനെയായി. ഞാൻ പറഞ്ഞു, അതായത് നമ്മുടെ സൈഡിൽ ഇഷ്യൂ ഞാൻ സോറി പറഞ്ഞ ആളോട് പറഞ്ഞു, എത്രയോ തവണ ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഓപ്പൺ അപ്പ് ആയിട്ട് പറയാം. അപ്പോൾ എന്ത് ചെയ്തു, ഇഷ്യൂസ് ഉണ്ടായിരുന്നു ആരോടും പറഞ്ഞില്ല. എല്ലാം അവസാനം വലിയൊരു ഇഷ്യൂ എന്താക്കി ഒരു വലിയ ലിസ്റ്റ് എഴുതിയിട്ട് എനക്കങ്ങ് തന്നു. അത് സംഭവിച്ചു, വലിയൊരു ലിസ്റ്റ് എനിക്ക് തന്നു, വലിയൊരു ഇഷ്യൂയുടെ ലിസ്റ്റ്. അതും കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട്, 1.5 വർഷം കഴിഞ്ഞിട്ട് ഇഷ്യൂ തരുന്നേ. ഓക്കെ, നമ്മുടെ സൈഡിൽ മിസ്റ്റേക്ക്, അത് ഞാൻ സമ്മതിച്ചു, ഞാൻ സോറി പറഞ്ഞു, അതിനുള്ള സൊല്യൂഷൻസ് ക്രിയേറ്റും ചെയ്തുതരാം. പക്ഷെ ഇത്ര ഇഷ്യൂ ഉണ്ടായിട്ട് എന്തുകൊണ്ട് പ്രോപ്പർ ആയിട്ട് ഇൻഫോം ചെയ്തില്ല? ഒരാളോട് ചോദിച്ചു, അവരതിന് പ്രോപ്പർ റെസ്പോൺസ് തരുന്നില്ലെങ്കിൽ അടുത്തൊരാൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. ഇവിടെ നിങ്ങൾ ഒരാളുടെ കോണ്ടാക്ട് മാത്രമാണ് ഇവിടെ ഉള്ളത്. ഈ ബിൽഡിങ്ങിലെ എല്ലാ ഫ്ലോറും എല്ലാ ഡോറും നിങ്ങളുടെ മുമ്പിൽ ഓപ്പൺ ആണ്, എല്ലാവരും. അത്രയും ട്രാൻസ്പെറന്റ് ആണ് ഇവിടുത്തെ കാര്യങ്ങൾ. ആരോടും ഒന്നും പറഞ്ഞില്ല, അവസാനം വന്നിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അന്നേരം എന്തായി, നമ്മുടെ ബുദ്ധിമുട്ടാവും. ഇത്രയും ഇഷ്യൂസ് ഒരുമിച്ച് സോൾവ് ചെയ്യാൻ എന്തായാലും പെടും നമ്മൾ നല്ല രീതിയിൽ. നിങ്ങൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഇഷ്യൂസ് അല്ലെങ്കിൽ കൺസേൺസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അത് കറക്റ്റ് ടൈമിൽ ചോദിക്കാനോട് ചോദിച്ച് അവിടുന്ന് റെസ്പോൺസ് ഇല്ലെങ്കിൽ അടുത്തൊരാളുണ്ടാവും അവിടെ. നിങ്ങൾക്ക് എവിടുന്ന് ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ ഇവിടെ ഉണ്ട്. അതാണ് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അവിടെ എപ്പോഴും ഫ്രീ ആയിട്ട് അവിടെ ഉണ്ട്. നിങ്ങളോട് ഫസ്റ്റ് ഓറിയന്റേഷൻ ഡേ പറഞ്ഞത് അതായിരിക്കും, പറഞ്ഞിട്ടല്ലേ? ഡയറക്റ്റ് എപ്പോ വേണമെങ്കിലും വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആളവിടെ ഉണ്ട്. അപ്പൊ ഒന്നിനും കിട്ടുന്നില്ലെങ്കിൽ മാത്രം വെറുതെ പോയിട്ട് വിളിച്ചിട്ട് ബുദ്ധിമുട്ടിക്കുന്നത് നല്ല കാര്യമല്ല. നിങ്ങൾ ഒരുപാട് റൂട്ട് നോക്കി, പക്ഷെ ആരും ഒന്നും നിങ്ങൾക്ക് പ്രോപ്പർ ഒന്നും ചെയ്തു തരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ട് പോവാം. ഇപ്പൊ എന്നെ നിങ്ങൾ ഒരുപാട് വിളിച്ചു, എന്നെ ട്രൈ ചെയ്തു, ഞാനൊന്നും നിങ്ങൾ റെസ്പോണ്ട് ചെയ്തില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്റെ തൊട്ടുമുകളിൽ ആരാണോ അല്ലെങ്കിൽ അക്കാദമിക് ടീമിനാണോ അവരോട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻഫോം ചെയ്യാം. സാറോട് ചോദിച്ചു, സാർ ഒന്നിനും പ്രോപ്പർ റെസ്പോണ്ട് ചെയ്യുന്നില്ല, ഇങ്ങനെയാണെങ്കിൽ നമുക്ക് താല്പര്യമില്ല എന്ന് നിങ്ങൾക്ക് പറയാം. നല്ല ധൈര്യം കാണിക്കണം, അത്രയും പറയും. അത് ചെയ്യാനുള്ള ധൈര്യം കാണിക്കണം. അത് ചോദിച്ചു വാങ്ങാൻ പഠിക്കും, അത്ര ഞാൻ പറയും.
ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ട കാര്യങ്ങൾ റെഡി ആയിട്ടുണ്ടാവും. ഓക്കെ. ഇനി അടുത്തൊരു ചെറിയ കൺസെപ്റ്റ് കൂടെ കാണിച്ചു തരാം. ഇപ്പൊ ബുക്ക് മാർക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് മനസ്സിലായില്ലേ? അപ്പൊ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഫിൽറ്റേഴ്സും കാര്യങ്ങളും സേവ് ചെയ്യാൻ പഠിച്ചു. പക്ഷെ അതുപോലെ ഒരു ചെറിയ സിറ്റുവേഷനിൽ പറയാണ്, ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ മാത്രം പ്രോഫിറ്റ് മാർജിൻ കാണേണ്ട ആവശ്യമില്ല. ഈ ഒരു പേജിൽ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ മാത്രം പ്രോഫിറ്റ് മാർജിൻ ഡിസ്പ്ലേ ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലിയർ ആയോ? അവിടെ പ്രോഫിറ്റ് മാർജിൻ റിമൂവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം, ആ ഒരു സമയത്ത് മാത്രം ഈ ഒരു വിഷൻ എന്ത് ചെയ്യണം, ഹൈഡ് ചെയ്ത് വെച്ചിട്ട് അതിന്റെ ഒരു ബുക്ക് മാർക്ക് സെറ്റ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യാം, ആ ബുക്ക് മാർക്ക് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആരെ കാണാൻ പറ്റില്ല, പ്രോഫിറ്റ് മാർജിൻ കാണാൻ പറ്റില്ല. മീൻസ് അതിനെ റിമൂവ് ചെയ്തെന്നല്ല, ആ ഒരു സമയത്ത് മാത്രം എന്ത് ചെയ്തു, അതിനെ ഹൈഡ് ചെയ്ത് വെച്ചു. അതായത് ഈ ഒരു റിപ്പോർട്ട് പേജിന്റെ അകത്തുള്ള ഒബ്ജക്റ്റിനെ എന്ത് ചെയ്യാണ്, ഹൈഡ് ചെയ്യാൻ പോവാണ്. ഇവിടെ അങ്ങനെ ഹൈഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇതിന്റെ ഷോ ഓർ ഹൈഡ് എന്നുള്ള കൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വീണ്ടും അടുത്തൊരു പെയിൻ നമുക്ക് കോൾ ചെയ്യണം. ആ പെയിന്റെ പേരാണ് സെലക്ഷൻ പെയിൻ എന്ന് വിളിക്കുക. സെലക്ഷൻ ഒബ്ജക്റ്റിന്റെ വിസിബിലിറ്റി കൺട്രോൾ ചെയ്യാൻ നമ്മൾ ആര് യൂസ് ചെയ്യുക, സെലക്ഷൻ പെയിൻ കോൾ ചെയ്യുക. അതും ഡിഫോൾട്ട് ആയിട്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റണമെന്നില്ല. ഏത് ഐക്കൺ ക്ലിക്ക് ചെയ്യുക, കസ്റ്റമൈസ്, താഴത്തോട്ട് വരുമ്പോൾ എന്ത് കാണാൻ പറ്റും, സെലക്ഷൻ എന്ന് കാണാൻ പറ്റും. അത് ജസ്റ്റ് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സെലക്ഷൻ പെയിൻ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. എന്ത് ചെയ്തു, സെലക്ഷൻ പെയിൻ ചൂസ് ചെയ്തു. അപ്പൊ ഈ ഒരു പേജിന്റെ അകത്തുള്ള എല്ലാ ഒബ്ജക്റ്റും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. കേട്ടോ, 2 ബട്ടൺ, ഒരു സ്ലൈസർ, 2 കാർഡ് വിഷ്വൽ, ഒരു ടോട്ടൽ സെയിൽസ് ബൈ ഇയറും പ്രോഫിറ്റ് ബൈ കാറ്റഗറിയും. ഇതിലേടാ എനിക്ക് ഹൈഡ് ചെയ്യേണ്ടത്, ഈ ഒരു കാർഡിനെ. അതിന്റെ സൈഡിൽ ഒരു ഐയുടെ സിമ്പിൾ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്താൽ എന്തായി, കാർഡ് ഹൈഡായി. അടുത്ത് എന്തെങ്കിലും ചെയ്യേണ്ടി വരുമോ, ഈ ഹൈഡ് ചെയ്ത് വെച്ച സമയത്തുള്ള ഒരു ബുക്ക് മാർക്ക് അവിടെ സേവ് ചെയ്യാം. അതിന്റെ പേര് ഞാൻ കാർഡ് ഹൈഡ് എന്ന് പാസ് ചെയ്യും. എന്നിട്ട് അടുത്ത് എന്തെങ്കിലും ചെയ്യേണ്ടി വരുമോ, വീണ്ടും എന്ത് ചെയ്യുക, ഒരു ബട്ടൺ ഇൻസേർട്ട് ചെയ്തിട്ട് ആ ബട്ടണിലെ ആക്ഷനിൽ ബുക്ക് മാർക്കിലും ഈ ബുക്ക് മാർക്ക് പാസ് ചെയ്യാം. ബട്ടൺ ബുക്ക് മാർക്ക്, അതിലോട്ട് എന്ത് ചെയ്യുക, ആക്ഷനിൽ നണ്ണിൽ പോയിട്ട് എന്ത് ചെയ്യുക, കാർഡ് ഹൈഡ് പാസ് ചെയ്യും. ബാക്കിയൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ അത് അവിടെ കാണാൻ പറ്റും. ഇത് സെലക്ട് ചെയ്യുമ്പോൾ മാത്രം എന്താവും, കാർഡ് അവിടുന്ന് ഹൈഡ് ആയിട്ട് പോകുന്നത് കാണാൻ പറ്റും. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ബുക്ക് മാർക്ക് ക്രിയേറ്റ് ചെയ്യാം. ഒരു വിഷ്വലിനെ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ മാത്രം ഹൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കാര്യങ്ങൾ അവിടെ ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, എല്ലായ്പ്പോഴും ഈ 3 ബട്ടൺസ് ഇവിടെ കാണാൻ പറ്റും. ഇപ്പൊ യൂസർ പറയാണ്, എനിക്ക് എല്ലായ്പ്പോഴും 3 ബട്ടൺ കാണണ്ട, ആവശ്യമുള്ളപ്പോഴും മാത്രം എനിക്ക് അതിനെ കോൾ ചെയ്യാൻ പറ്റിയാൽ മതി. ഇപ്പൊ എന്ത് ചെയ്യാം, വീണ്ടും സെലക്ഷൻ പെയിനിലോട്ട് വരുക, 3 ബട്ടണും അവിടെ ഹൈഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിന്റെ ഒരു ബുക്ക് മാർക്ക് എന്ത് ചെയ്യുക, അവിടെ സേവ് ചെയ്യുക, ബുക്ക് മാർക്ക് 4. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുക, അടുത്തൊരു ബട്ടൺ ഇൻസേർട്ട് ചെയ്യുക, ഒരു സിംഗിൾ ബട്ടൺ, അതിലോട്ട് എന്ത് പാസ് ചെയ്ത് കൊടുക്കുക, ഇപ്പം ക്രിയേറ്റ് ചെയ്ത് മാർക്ക് 4. ഇനി ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ചെയ്ത് വീണ്ടും ഒരു പുതിയ ബട്ടൺ ഇൻസേർട്ട് ചെയ്യാം, അതിൻ്റെ അകത്തോട്ട് ആക്ഷനിൽ ബുക്ക് മാർക്ക് 4 പാസ് ചെയ്യും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ, സിസ്റ്റത്തിന് എന്തെങ്കിലും ഇഷ്യൂ പറ്റിയിട്ട് വർക്ക് ആവുന്നതായിരിക്കും. ടെൻഷൻ ഹൈഡ് ചെയ്തിട്ട്
ബട്ടൺസിന്റെ ഹൈഡ് ആയിട്ട് ഒരു ബുക്ക് മാർക്ക് ക്രിയേറ്റ് ചെയ്യുക. ആ ബുക്ക് മാർക്ക് എന്ത് ചെയ്യുക, വേറൊരു സിംഗിൾ ബട്ടണിൽ ആഡ് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താവും, കാർഡ് ഹൈഡ് ആവും. ഇപ്പൊ 2 ബട്ടൺ വെക്കേണ്ടി വരും. ഇത് ഹൈഡ് മാത്രമേ ആയുള്ളൂ. ഒന്ന് എന്തെങ്കിലും ഷോക്ക് കൂടെ വെക്കേണ്ടത്, അതാണ് കേട്ടോ പെട്ടെന്ന് കൺസെപ്റ്റ് മാറിപ്പോയി. എന്ത് ചെയ്യണം, നോർമൽ സ്റ്റേറ്റിലാക്കിയിട്ട് നോർമൽ സ്റ്റേറ്റ് കൊടുക്കേണ്ട ഒരു ബുക്ക് മാർക്ക് കൂടെ അവിടെ വെക്കേണ്ടി വരും. അതുകൊണ്ട് കോപ്പി പേസ്റ്റ് ചെയ്യാം. എന്ത് ചെയ്യാം, നോർമൽ. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നോർമൽ വ്യൂ, ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഹൈഡ് ചെയ്യും. ഇത് ക്ലിക്ക് ചെയ്യുന്ന ശേഷം എന്ത് ചെയ്യാം, എനിക്ക് വേണമെങ്കിൽ ഇത് അവിടെ ആസ് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്താൽ എല്ലാം ഇങ്ങനെ ചെയ്യാം, ഹൈഡ് ആക്കി വെക്കാം. ഇതിന്റെ ഓരോരോ അഡ്വാൻസ് ലെവൽ കൺസെപ്റ്റ് ഉണ്ട്. ഷോർ ഹൈഡ് എന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണിച്ചു തരാം. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ എല്ലാം പോയി, ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ എല്ലാം വന്നു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതിൽ ഓരോ ആൾക്കാരെ ആസ് ചെയ്യാം. ഇത് ഒരു ബട്ടന്റെ അകത്ത് എന്ത് ചെയ്തു, എല്ലാം ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള വ്യൂ സേവ് ചെയ്തു. മറ്റേ ബട്ടന്റെ അകത്ത് എല്ലാം ഷോ ചെയ്തിട്ട് സ്റ്റോർ ചെയ്തു. 2 ബട്ടൺസ് എന്ത് ചെയ്തു, 2 സെപ്പറേറ്റ് പാസും ചെയ്തു. ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഷോയും, ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഹൈഡും. ഓൺലൈൻ ക്ലിയർ ആയി എന്താ ചെയ്തിരിക്കുന്നത്? ഓൺലൈൻ ക്ലിയർ ആണോ എല്ലാവർക്കും? യെസ് സർ, ക്ലിയർ ആണ് സർ. Yes, sir. ഞാൻ നേരത്തെ ചോദിച്ച ഒരു കാര്യത്തിൽ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാം. നിങ്ങൾ ഒരു കാര്യം ചോദിക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ സൈഡെല്ലാം പെർഫെക്റ്റ് ആണെന്ന് എൻഷുർ ചെയ്തിട്ട് ചോദിക്കാൻ പോവുക. അതായത് ഒരു ഇന്റർവ്യൂവിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ സൈഡ് പെർഫെക്റ്റ് ആണെന്ന് എൻഷുർ ചെയ്തിട്ട് മാത്രം പോയി ചോദിക്കുക. അല്ലെങ്കിൽ അവർ തിരിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ അപ്പോൾ അവിടെ പെടും. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ പ്ലേസ്മെന്റിന് വേണ്ടിയിട്ട് പോയി ചോദിക്കുന്നു, പ്ലേസ്മെന്റ് വരുന്നുണ്ടോ, അവരെന്ത് ചോദിക്കും, പ്രൊജക്ട് ചെയ്തിട്ടുണ്ടോ ചോദിക്കും. അപ്പോൾ പ്രൊജക്ട് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അവർക്കൊന്ന് ചെയ്യാൻ, ആ ക്വസ്റ്റ്യൻ ആൻസറബിൾ ആണോ? അല്ല. നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ പാസ് ആയിട്ടുണ്ടോ, നിങ്ങൾ സെമിനാർ പ്രോപ്പറായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടോ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ സൈഡിൽ നിന്ന് എപ്പോഴും എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്ത് പോകണം. അത് ഇവിടെ മാത്രമല്ല, എല്ലാ സ്ഥലത്തും കേട്ടോ. ഇനി മുമ്പിലോട്ട് ഒരു കമ്പനി കയറി കഴിഞ്ഞാലും നിങ്ങളൊരു ഇഷ്യൂ അല്ലെങ്കിൽ നിങ്ങളൊരു പ്രോബ്ലം ഒരാൾ ചോദിക്കുമ്പോൾ നമ്മുടെ സൈഡ് പ്രോപ്പർലി ക്ലിയർ ചെയ്യുക. ക്ലിയർ ചെയ്യാൻ മീൻസ് നമ്മൾ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ചെയ്തിട്ട് ചോദിക്കാൻ പോകും കേട്ടോ. ഇല്ലെങ്കിൽ അവിടെയും നിങ്ങൾ എന്താവും, അതിനേക്കാളും വലിയ പ്രോബ്ലത്തിലോട്ട് നിങ്ങൾ പോയി പോകും. എല്ലാവർക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓൺലൈൻ എല്ലാവർക്കും ബുക്ക് മാർക്കും സിംഗിൾ സ്ലൈസറും ഡ്രിൽ ത്രൂടെ ഒക്കെ കൺസെപ്റ്റ് ക്ലിയർ ആണോ? യെസ് സർ, ക്ലിയർ ആണ് സർ. ഓൺലൈൻ ലീവ് ചെയ്യുന്നവർ ലീവ് ചെയ്തോളൂ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ചോദിച്ചോളൂ. ഓക്കെ, ശരി എന്നാൽ.